പരീക്ഷയിൽ ജയിക്കാൻ സ്കൂളൊക്കെ ഉണ്ട്, പക്ഷെ ജീവിതത്തിൽ ജയിക്കട്ടെ. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഒരു ജീവിത പരിശീലനമാണ്. പരീക്ഷയിലും ജീവിതത്തിലും വിജയിക്കാൻ എന്നുള്ളൊരു ക്യാപ്ഷനൊക്കെ കൊടുത്തിട്ട് അങ്ങനെയൊക്കെയാണ് നമ്മൾ കുട്ടികളെ കണ്ടെത്താനൊക്കെ ശ്രമിക്കുന്നത്. ഏതാണ്ട് 200-250 കുട്ടികൾ ഞങ്ങൾക്ക് പല ക്ലാസ്സുകളായിട്ട് അന്നുണ്ട്. ചെയ്ത പണി എന്താ വെച്ചാൽ നിലവിലുള്ള സിലബസ് പ്ലസ് ഞങ്ങളുടെ സിലബസ്. അന്ന് അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒരു മാർഗരറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അമേരിക്കക്കാരി, അവർ ജപ്പാനിലെ ഒരു അധ്യാപികയാണ്. അവർക്ക് തോമസ് സ്കൂളും ടോട്ടാച്ചനൊക്കെ നന്നായിട്ട് അറിയാം. അപ്പോൾ അവർക്ക് ഭയങ്കര അത്ഭുതം. ഞങ്ങളിങ്ങനെ ആ ഒരു പുസ്തകത്തിൻ്റെ പ്രചോദനത്തിൽ ഇങ്ങനെ ഒരു സ്കൂൾ നടത്തുന്നു. അവർക്ക് ടോട്ടാച്ചൻ എഴുതിയ തെസ്കോയെ അറിയാം. അപ്പോൾ അവർ പറഞ്ഞു, ഞാനും തിരിച്ച് ചെന്ന് ജപ്പാനിൽ പോയി തെസ്കോയെ കണ്ടിട്ട് നിങ്ങളുടെ ഒരു സ്കൂൾ ഇവിടെ ഉണ്ട് എന്നൊക്കെ പറയുന്നൊക്കെ ഞങ്ങളോടൊന്ന് അവർ അവിടുന്ന് അട്ടപ്പാടിയിൽ നിന്ന് സാരംഗിൽ വെച്ച് പറഞ്ഞു. അപ്പോൾ നമ്മുടെ സ്വപ്നം മുഴുവനും നമ്മളിപ്പോൾ ടോട്ടോച്ചാൻ വായിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു വല്ലാത്തൊരു സ്വതന്ത്ര ലോകം ഉണ്ട്. അത് നമ്മുടെ സ്കൂളിൽ നമുക്ക് കിട്ടൂല. നമുക്ക് ടോട്ടോച്ചാനെ കുറിച്ചുള്ള കഥ പറഞ്ഞു കൊടുക്കാം. പിന്നെ നമ്മുടെ സമീപനത്തിൽ ഒരു കൊബയാഷി മാഷിൻ്റെ എന്തെങ്കിലും എലമെൻറ്റ് കൊണ്ടുവരാൻ പറ്റുമെന്ന് നോക്കാം. അത് അന്ന് ഞങ്ങൾക്കൊരു ടീമുണ്ട് അധ്യാപകരുടെ. അപ്പം ഞങ്ങളൊക്കെ പരസ്പരം ഞങ്ങളൊക്കെ ഉള്ളിലിങ്ങനെ ഞങ്ങൾ പറയും നമ്മളൊക്കെ കൊബയാഷി മാഷന്മാരാവേണ്ടാണ് എന്നുള്ള രീതിയിൽ പറയും. കുട്ടികൾക്ക് കഥകൾ പറഞ്ഞു കൊടുക്കുക. അതിനുവേണ്ടി ഞങ്ങളൊക്കെ ക്ലാസ് ലൈബ്രറി എന്നുള്ള DPP ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ക്ലാസ്സിൽ ലൈബ്രറികൾ ഉണ്ടാക്കുക. അതിനുവേണ്ടി നമ്മൾ പുസ്തകം യൂറിക്ക അതൊക്കെ കൊണ്ടുപോയിട്ട് കുട്ടികളെ വായിപ്പിക്കുക. ഏറ്റവും പുതിയ ഇപ്പോൾ 2024 കുട്ടികളെ, 24 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളെ, ഒരു 10-15 കൊല്ലം മുമ്പ് 10ാം ക്ലാസ് പഠിച്ച കുട്ടികളെ പഠിപ്പിച്ച് ഈ രണ്ട് വ്യത്യാസം വെച്ച് നോക്കുമ്പം ഈ കുട്ടികളിൽ വലിയൊരു മാറ്റം സംഭവിച്ചു. വളരെ നൈർമല്യമുള്ള അല്ലെങ്കിൽ വിശുദ്ധിയുള്ള അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ വളരെ സോഫ്റ്റായിട്ട് നമ്മൾ പറയുമ്പോൾ അത് ആ ഒരു സോഫ്റ്റ്നെസ്സിൽ അവർ സ്വീകരിക്കുന്നില്ല പുതിയ കുട്ടികൾ. ആശയവിനിമയത്തിൻ്റെ രീതികൾ, എൻ്റെ മെത്തഡോളജിയാണ് മാറേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടന്റിനൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. ആ കണ്ടന്റ് അവർക്ക് വേണ്ട തന്നെയാണ്. നമസ്കാരം. എഴുത്തുകാരനും പരിസ്ഥിതി പ്രവർത്തകനും അധ്യാപകനും ഗ്രന്ഥശാല പ്രവർത്തകനുമെല്ലാമായ അബ്ദുള്ളക്കുട്ടി എടവണ്ണയാണ് ഇന്ന് കേരളീയത്തോടൊപ്പമുള്ളത്. മാഷെ സ്വാഗതം. റിയാൻ്റെ കിണർന്നുള്ള പുസ്തകത്തിലൂടെ ആയിരിക്കും ഒരു പക്ഷേ മാഷ പലർക്കും സുപരിചിതമായിരിക്കുക. 15ഓളം പതിപ്പുകൾ ആ പുസ്തകം ഇപ്പോൾ പിന്നിട്ട് കഴിഞ്ഞു. എന്ന് മാത്രമല്ല, കേരളത്തിലെ കുട്ടികളുടെ വായനയിൽ വലിയ സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞൊരു പുസ്തകം കൂടിയാണത്. പ്രത്യേകിച്ചും പല സ്കൂളുകളിലും മുഴുവൻ കുട്ടികളും ആ പുസ്തകം വായിക്കുന്ന ഒരു സ്ഥിതി വരെ ഉണ്ടായി. അപ്പോൾ ഈ പുസ്തകം എങ്ങനെയാണ് കുട്ടികളുടെ ഇടയിൽ സ്വീകരിക്കപ്പെട്ടത്? കുട്ടികളിൽ നിന്നുള്ളൊരു ഫീഡ്ബാക്ക് എന്തായിരുന്നു? റിയാൻ്റെ കിണർ എന്നുള്ള പുസ്തകത്തിലേക്ക് ഒരു കുട്ടിയുടെ മനസ്സുമായിട്ടാണ് ഞാനും എത്തിപ്പെടുന്നത്. കുട്ടികൾക്കുണ്ടാകുന്ന എക്സൈറ്റ്മെൻറ്റ്, അതായത് ഒരു കുട്ടി ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു, ലോകത്ത് വലിയ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു വിവരം റീഡേഴ്സ് ഡൈജസ്റ്റ് മാഗസിനിൽ ഉള്ളൊരു വായനയിൽ നമുക്ക് കിട്ടണം. അപ്പോൾ ആണ് നമ്മളിതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നതും അതിൻ്റെ പിന്നാലെ കൂടുന്നതൊക്കെ. അപ്പോൾ അത് കുട്ടികളോട് പറയേണ്ടതുണ്ട് എന്നുള്ളൊരു തോന്നൽ അന്ന് തന്നെ, ആ വായിച്ച സമയത്ത് തന്നെ 2002 തോന്നുന്നുണ്ട് ഞാൻ ആ റീഡേഴ്സ് ഡൈജസ്റ്റ് വായിക്കുന്നത്. അപ്പോൾ അന്ന് എൻ്റെ മുമ്പിലുള്ളൊരു മാധ്യമം ഞങ്ങളുടെ ചെറിയൊരു പ്രസിദ്ധീകരണം, ലിറ്റിൽ മാസിക. അത് കുട്ടികൾ വായിക്കുന്ന പ്രസിദ്ധീകരണമൊന്നുമല്ല, പക്ഷെ അത് എവിടെയെങ്കിലും എഴുതണം എന്നുള്ള ആഗ്രഹത്തിൽ ഞാൻ അതിനകത്ത് ഇങ്ങനൊരു കുട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നു കുടിവെള്ളത്തിന് വേണ്ടി, അതും ഒരു 1ാം ക്ലാസ് പ്രായത്തിലുള്ളൊരു കുട്ടി എന്നൊക്കെയുള്ള രീതിയിലുള്ള ആ ഒരു വിസ്മയം അത് ഇതിനകത്ത് ഞാൻ എഴുതി. അതാണ് ആദ്യമായിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് എഴുതുന്നൊരു സംഭവം. എന്നിട്ട് ഞാൻ ചെയ്തത് ആ സാധനം ഞാൻ തന്നെ എൻ്റെ കുട്ടികൾക്ക്, ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് ഞാനത് വായിച്ചു കൊടുത്തു. കാരണം കുട്ടികളിത് കാണുന്നില്ല. കുട്ടികളെ അട്രാക്റ്റ് ചെയ്യുന്നൊരു സംഭവങ്ങളൊന്നും അതിനകത്ത് ഇല്ല, ലിറ്റിൽ മാസികയിലില്ല. അപ്പോൾ ഞാനത് കുട്ടികൾക്ക് വായിച്ചു കൊടുത്തു. അപ്പോൾ കുട്ടികളുടെ ഫീഡ്ബാക്ക് വളരെ പോസിറ്റീവായിരുന്നു. കുട്ടികൾക്ക് ഭയങ്കര ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഞങ്ങൾക്കും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ 2ാം ഭാഗം എന്നുള്ള രൂപത്തിലാണ് ജിമ്മി എന്നുള്ള ആ കറുത്ത വർഗ്ഗക്കാരൻ കുട്ടിയെ അവർ ആഫ്രിക്കയിൽ നിന്ന് കാനഡയിലേക്ക് കൊണ്ടുവരുന്നു. ആ കുട്ടി പിന്നെ അവരുടെ കൂടെ താമസിക്കുന്നു. ഇതിൻ്റെ ഒരു 2ാം ഭാഗം പോലെ അതിൻ്റെ കഥ റീഡേഴ്സ് ഡൈജസ്റ്റിൽ വീണ്ടും വരുന്നു 3-4 വർഷങ്ങൾക്ക് ശേഷം. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് ലിറ്റിൽ മാസികയിൽ വീണ്ടും ഞാൻ എഴുതുന്നു. പഴയ റിയാനെ ഓർമ്മയില്ലേ, അന്ന് റിയാൻ ഇങ്ങനെ ചെയ്ത കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ ജിമ്മി ഇപ്പോൾ റിയാൻ്റെ കൂടെയാണ്, ആ കഥ കേൾക്കണ്ടേ എന്നൊക്കെയുള്ളൊരു രീതിയിലാണ് നമ്മളിതിൻ്റെ 2ാം ഭാഗം എഴുതുന്നത്. അങ്ങനെയാണ് പിന്നെ ഇതൊരു പുസ്തകം. മാതൃഭൂമി ബുക്സിൻ്റെ മാനേജർ നൗഷാദ് ലിറ്റിൽ മാസിക വായിക്കുന്ന ആളാണ്.
ഇത് വമ്പൻ സംഭവമല്ല, ഇതൊരു സ്കോപ്പുള്ള കാര്യമാണ്, ഒരു ബുക്ക് ആക്കിക്കൂടെ എന്നുള്ള രീതിയിൽ എന്നോട് ഇങ്ങോട്ട് ചോദിക്കുന്നത്. അവർ പബ്ലിഷ് ചെയ്യാം, പക്ഷെ ഒരു പുസ്തകത്തിനുള്ള വിവരമൊന്നും നമ്മുടെ അടുത്തില്ല. ഈ 2 ലേഖനം ഞാൻ എഴുതി, അത് കുറച്ച് വെബ്സൈറ്റിൽ നിന്ന് കിട്ടിയ വിവരം, റിയാൻസ് ഫെൽ ഫൗണ്ടേഷൻ്റെ വെബ്സൈറ്റിൽ നിന്ന്, പിന്നെ റിലീജ് ഡൈജസ്റ്റ് മാഗസിൻ വായിച്ച വിവരം ഇത്രയേ ഉള്ളൂ. പക്ഷെ ആ സമയത്ത് ഞാൻ ഇമെയിൽ അയച്ചിട്ടുണ്ട്. ആ ഇമെയിലിൽ നിന്ന് ചില 2 3 ഇമെയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയിട്ടുണ്ട്. അത് കുറച്ച് വിവരങ്ങളൊക്കെ അറിയാൻ, അതിൽ പേഴ്സണൽ കാര്യങ്ങൾ എനിക്കറിയാൻ താല്പര്യമുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങൾ എൻ്റെ അടുത്തുള്ളൂ. അപ്പോൾ അതിൽ പുസ്തകം എന്നുള്ള രീതിയിൽ നമുക്ക് അത്രയില്ല, മെറ്റീരിയൽ ഇല്ല. പിന്നെയാണ് പുസ്തകമാകുന്നത്. അപ്പോൾ ഞാൻ പുസ്തകം പോലെ അത് എഴുതി. അപ്പോഴും എൻ്റെ മനസ്സിൽ നമ്മുടെ കുട്ടികളെ, കേരളത്തിലെ കുട്ടികളെ മനസ്സിൽ കണ്ടുകൊണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് അതിൽ ചില സ്ഥലത്ത് നമ്മൾ 44 നദികളുണ്ട് എന്നൊക്കെ അഹങ്കരിക്കുന്ന നമ്മൾ എന്നൊക്കെയുള്ള രീതിയിലൊക്കെ ഞാൻ അതിനകത്ത് നമ്മുടെ കുട്ടികളോട് സംസാരിക്കുന്ന പോലെ ഒന്ന് ആ രീതിയിൽ സംസാരിച്ചു. പിന്നെ ഒരു കഥയുടെ ഒരു ആകാംക്ഷ നിലനിർത്തിക്കൊണ്ടുള്ള രീതിയിൽ അതിൻ്റെ ചാപ്റ്ററുകൾ അങ്ങനെ എഴുതി, ആ രീതിയിൽ എഴുതി. കുട്ടികൾക്ക് കുറച്ചുകൂടെ എളുപ്പമായിട്ടുണ്ടാവും. മറ്റൊന്ന് ഇത് റിയൽ സ്റ്റോറിയാണ്. കുട്ടികൾ അവർക്ക് മോഡല്, അതുപോലെ റിയാലിറ്റി, ഇതൊക്കെ കുട്ടികൾ അംഗീകരിക്കും. പ്രത്യേകിച്ച് ഇപ്പോൾ ആ പുസ്തകം എഴുതിയിട്ട് ഇപ്പോൾ ഏതാണ്ട് 10-12 കൊല്ലമൊക്കെ ആയിട്ടുള്ള 2009 ഒക്കെ ആണ് പുസ്തകം ഞാൻ എഴുതുന്നത്. 2012 13 പുസ്തകം ഇറങ്ങുന്നത്. അപ്പോൾ പിന്നീട് അതിന് ഈ ഒരു 8-10 കൊല്ലത്തിനിടയ്ക്ക് കുട്ടികളിലും വലിയൊരു മാറ്റം സംഭവിച്ചു. അപ്പോൾ എനിക്കൊരു പുതിയ കാലത്തെ കുട്ടികളത് എങ്ങനെയായിരിക്കും സ്വീകരിക്കുക? ഈ കുട്ടികൾ വളരെ അപ്ഡേറ്റഡ് ആണല്ലോ. പക്ഷേ ഇതൊരു റിയാലിറ്റിയാണ്. റിയാലിറ്റി കുട്ടികൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഇതൊരു ജീവിക്കുന്ന ഉദാഹരണമാണ് റിയാൻ എന്നുള്ളത് കൊണ്ട് കുട്ടികൾ ഇപ്പോഴും അത് നന്നായി സ്വീകരിക്കുന്നു എന്നുള്ളതും കൂടിയാണ്. പിന്നെ നമ്മൾ സ്കൂളുകളിലേക്ക് ചെല്ലുമ്പോൾ ഇത് വായിച്ച കുട്ടികളുമായി ഇൻട്രാക്ട് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ശരിക്കത് ബോധ്യമാവുന്നുണ്ട്. കുട്ടികളത് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട് ഇതുപോലെ. ആ ഒരു ഇതാണ് അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് എന്നുള്ള നിലക്ക് നമുക്കൊരു അനുഭവപ്പെട്ട കാര്യം. മാഷിപ്പോൾ ഒരു അധ്യാപകൻ എന്നുള്ള നിലക്ക് ദീർഘകാലമായിട്ട് ഇടവണ്ണ പല സ്കൂളുകളിലായിട്ട് പ്രവർത്തിക്കുന്നുണ്ടല്ലോ. കുട്ടികളായിട്ട് നിരന്തരം ഇടപെടുക എന്നുള്ളത് മാഷുടെ ഒരു ജീവിതവൃത്തി കൂടിയാണ്. അധ്യാപനത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ് മാഷ് നിൽക്കുന്നത്. അപ്പോൾ ഈ പിരിഞ്ഞു പോകുന്ന ഈ വേളയിൽ മാഷ് എങ്ങനെയാണ് ഈ കുട്ടികളുമായിട്ടുള്ള ഈ ഇൻട്രാക്ഷനെ ഓർക്കുന്നത്? മാഷുടെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു പ്രധാനപ്പെട്ട ഒരു സമയം ചെലവഴിച്ചിട്ടുണ്ടാവുക സ്കൂളിൽ തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ സ്കൂൾ എന്നുള്ളൊരു സ്ഥാപനത്തെയും അതിൻ്റെ അകത്തുള്ള ഈ അധ്യാപനം, കുട്ടികളുമായിട്ടുള്ള ഇൻട്രാക്ഷൻ, ഈ ഒരു പ്രോസസ്സിനെ മാഷ് ഇപ്പോൾ എങ്ങനെയാണ് കാണുന്നത്? സ്കൂളിൽ ഇപ്പോൾ ഏതാണ്ട് 30 വർഷമായി ഞാൻ സ്കൂളിൽ കുട്ടികളുടെ കൂടെ. കുറച്ച് കാലം, ഒരു 12 വർഷക്കാലം UP സ്കൂളിലും, പിന്നെ അതിന് ശേഷമുള്ള കാലം ഹൈസ്കൂളിലാണ്. അപ്പോൾ UP സ്കൂളായ കാലത്ത് കുറച്ചുകൂടെ നമ്മൾ ഈ കുട്ടികളുടെ നിഷ്കളങ്കത എന്നൊക്കെ പറയുന്ന പോലത്തെ കാര്യങ്ങൾ കുറച്ചും കൂടെ അവിടെ അത് നമ്മൾ നന്നായി ആസ്വദിച്ചിട്ടുണ്ട്. പ്രൊമോഷൻ കിട്ടിയ ഹൈസ്കൂളിലേക്ക് വന്നപ്പോൾ ആ ആസ്വാദ്യതയിലൊരിത്തിരി ഒരു മാറ്റം വന്ന പോലെ തോന്നിയിട്ടുണ്ട്. പക്ഷെ എൻ്റെ പഠിപ്പിക്കുന്ന വിഷയം മലയാളമാണ്. അപ്പോൾ മലയാളമാണ്, സ്വാഭാവികമായിട്ടും ജീവിതഗന്ധിയായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത് മുഴുവൻ. അതുകൊണ്ട് അത് ജീവിതഗന്ധിയാക്കാൻ അല്ലെങ്കിൽ അവരായിട്ട് റിലേറ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നതുകൊണ്ട് കുട്ടികൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ കുട്ടികൾ ആസ്വദിച്ചിരിക്കും. അതുകൊണ്ട് നമുക്ക് ഹൈസ്കൂളിലെ കുട്ടികളാണെങ്കിലും വലിയ ഒരു പ്രയാസമൊന്നും ഇല്ലാത്ത രീതിയിൽ ക്ലാസ് റൂം ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ നമ്മുടെ ഇൻട്രാക്ഷൻ അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ ആസ്വദിച്ച് തന്നെ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഇന്നലെ ഞാൻ ക്ലാസ് എടുക്കുമ്പോഴും ഏറ്റവും അവസാനത്തെ പീരീഡിൽ നിന്ന് ഞാൻ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി പോരുമ്പോഴും ഞാൻ വളരെ ആസ്വാദികരമായൊരു കർമ്മം നിർവഹിച്ച് പോരുന്ന പോലെയാണ് നമ്മൾ ഇറങ്ങിപ്പോരുന്നത്. ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ചെറിയ കാലത്തിൻ്റെ ഒരു വ്യത്യാസം നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ നമുക്ക് ഈ ഏറ്റവും പുതിയ 2024 കുട്ടികളെ, 24 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളെ, ഞാൻ ഒരു 10-15 കൊല്ലം മുമ്പ് 10ാം ക്ലാസ് പഠിച്ച കുട്ടികളെ പഠിപ്പിച്ച് ഈ രണ്ട് വ്യത്യാസം വെച്ച് നോക്കുമ്പോൾ ഈ കുട്ടികളിൽ വലിയൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. എന്താ പറയുക, വളരെ നൈർമല്യമുള്ള അല്ലെങ്കിൽ വിശുദ്ധിയുള്ള അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ വളരെ സോഫ്റ്റായിട്ട് നമ്മൾ പറയുമ്പോൾ അത് ആ ഒരു സോഫ്റ്റ്നെസ്സിൽ അവർ സ്വീകരിക്കുന്നില്ല പുതിയ കുട്ടികൾ. അപ്പം അത് എനിക്ക് തോന്നുന്ന ആശയവിനിമയത്തിൻ്റെ രീതികൾ, എൻ്റെ മെത്തഡോളജിയാണ് മാറേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടന്റിനൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല, ആ കണ്ടന്റ് അവർക്ക് വേണ്ട തന്നെയാണ്. പക്ഷെ എന്നാലും എൻ്റെ ആസ്വാദ്യതയ്ക്ക് മാറ്റമൊന്നും ഉണ്ടായില്ല, കുട്ടികളുടെ ഇടയിൽ തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ റിട്ടയർ ചെയ്യുന്നൊരു ഘട്ടം കൂടിയാണ്, ഇപ്പോൾ റിട്ടയർ ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഞാൻ ആലോചിക്കും എനിക്ക് ഈ ഒരു ലോകം നഷ്ടപ്പെടുമോ എന്നുള്ള. പക്ഷെ സമാന്തരമായിട്ട്
ആദ്യമേ ഞാനൊരു ഈ ലോകം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. കുട്ടികളുടെ ഇടയിലൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനും ഇടപെടാനും പറ്റുന്ന ഒരു സമാന്തര ലോകം ആദ്യമേ വളരെ മുമ്പ് തന്നെ സ്കൂളിലൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ സുഹൃത്തുക്കളൊക്കെ ചേർന്ന് ഞങ്ങൾ നിരന്തരം കുട്ടികൾക്കുള്ള ക്യാമ്പുകൾ, പലതരം ക്യാമ്പുകൾ, ചിത്രരചന ക്യാമ്പുകൾ, നാടകം, പിന്നെ പ്രകൃതി പഠന ക്യാമ്പുകൾ, കുട്ടികളുടെ കൂടെയുള്ള യാത്രകൾ, ഇങ്ങനെയൊക്കെ മുമ്പേ ചെയ്തിട്ടുണ്ട്. സ്കൂളിലൊന്നല്ല അന്ന് നമ്മൾ. അതുകൊണ്ട് തന്നെ ഈ കുട്ടികളൊക്കെ ഇനി സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളൊക്കെ നമുക്ക് ഈ പറഞ്ഞ സമാന്തര ലോകത്തേക്ക് അവരെ കിട്ടും. അപ്പോൾ അവരായിട്ട് നമുക്ക് വീണ്ടും അവരുടെ ഇടയിലൊക്കെ ഇരിക്കാനൊക്കെ ഉള്ള ഒരു അവസരങ്ങൾ തന്നെ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ള ഒരു വാതിലുകളും ചുമരൊക്കെ ഉള്ള ഒരു സ്കൂളിൽ നിന്ന് ഒരു തുറന്നൊരു സ്കൂളിലേക്ക് ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നു എന്നുള്ള രീതിയിൽ മാത്രമേ നമ്മളെ റിട്ടയർമെൻറ്റ് കാലത്തിനെ കാണുന്നുള്ളൂ. ഇപ്പോൾ സ്കൂളിൽ പണിയെടുക്കുമ്പോൾ തന്നെ മാഷ് അധ്യാപനം ഒരു വരുമാന മാർഗം എന്നുള്ളതിനപ്പുറത്ത് കുറെ കൂടെ അധ്യാപനത്തിൻ്റെ ഒരു സ്നേഹത്തിൻ്റെ ഒക്കെ ഒരു ആദർശം ജീവിതത്തിൽ സാക്ഷാത്കരിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളാണ്. പ്രത്യേകിച്ച് മാഷിൻ്റെ തന്നെ സ്കൂളിൽ ഉണ്ടായിട്ടുള്ള ഒരു വിദ്യാർത്ഥിയുടെ ആത്മഹത്യയിൽ നിന്ന് ടോമോ സ്കൂൾ പോലെയുള്ളൊരു പരീക്ഷണത്തിലേക്ക് മാഷും സുഹൃത്തുക്കളൊക്കെ എത്തുകയുണ്ടായി. അപ്പോൾ ടോമോ സ്കൂൾ തുടങ്ങുന്നതിന് മുമ്പ് ടോമോ സ്കൂൾ ഒരുവിധം വായനയുള്ള ആളുകൾക്കൊക്കെ സുപരിചിതമായിട്ടുള്ളൊരു പേരായിരിക്കും. ഇപ്പോൾ ടോട്ടോച്ചാൻ വായിച്ചിട്ടുള്ളവർക്കെല്ലാം ടോമോ സ്കൂള് പരിചിതമായിരിക്കും. പക്ഷേ കേരളത്തിലൊരു ടോമോ സ്കൂൾ ഉണ്ടായിരുന്നു എന്ന് നമുക്കിപ്പോൾ ഇന്ന് ആലോചിക്കുമ്പോൾ അല്പം കൗതുകം തോന്നുന്നുണ്ട്. ആ ഒരു ടോമോ സ്കൂൾ എന്നുള്ള ആശയത്തിലേക്ക് വരാൻ പ്രേരിപ്പിച്ചതും ഈ സ്കൂളിലെ ഒരു അനുഭവമാണല്ലോ. എന്നാൽ ഇനി മാഷ് ഇപ്പോൾ പറഞ്ഞ പോലെ റിട്ടയർമെന്റിന് ശേഷം അങ്ങനെ ഒരു പരിശ്രമത്തിന് മുതിരാൻ സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ ടോമോ ഇപ്പോൾ മാഷ്ക്ക് അവശേഷിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ടോമോ സ്കൂൾ എന്തായാലും ഇനിയിപ്പോൾ ആ രീതിയിൽ ഇനി ആവർത്തിക്കാനുള്ള സാധ്യത കുറവാണ്. ഒന്നാമത്തെ കാര്യം, അന്ന് നമ്മുടെ കൂടെ ഉള്ള സുഹൃത്തുക്കൾ, അതിൽ ഒരു പ്രധാനപ്പെട്ട സുഹൃത്ത് ഇന്ന് ജീവിച്ചിരിപ്പില്ല. അയാൾ മൂൺചന്ദ്രൻ, നമ്മൾ പറയേണ്ട ഒരാളാണ്. അപ്പോൾ ആ മൂൺചന്ദ്രൻ്റെയൊക്കെ ഒരു കുറവ് നമുക്കൊരു ചെറുകുടഞ്ഞ് പോയിട്ടുള്ള പോലെ ഒരവസ്ഥ ഉണ്ട്. പിന്നെ മറ്റു സുഹൃത്തുക്കളൊക്കെ എല്ലാവരും ലൈവായിട്ടുണ്ട്, എല്ലാവരും ആക്റ്റീവാണ്. പക്ഷേ ഇനി അതേ രീതിയിൽ ഇനി ആവർത്തിക്കാനുള്ള സാധ്യത കുറവാണ്. അത് സ്ട്രക്ചറിനകത്ത് തന്നെയായിരുന്നു ആ പരീക്ഷണം. അപ്പോൾ അത് നമ്മുടെ നമുക്കിങ്ങനെ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയുള്ള നമ്മുടെ ഒരു തോന്നൽ, ഭയങ്കര ഒരു സ്നേഹരാഹിത്യം സ്കൂളിലുണ്ട്, അധ്യാപകരുടെ ഇടപെടലുണ്ട്, നമ്മുടെ സിലബസിലുണ്ട്, കുട്ടികളുടെ ഇടയിലുണ്ട്. അങ്ങനെ പാരൻസും കുട്ടികളും തമ്മിലുള്ള ബന്ധങ്ങളിൽ ഇങ്ങനെയൊക്കെ നമുക്കൊരു സ്നേഹരാഹിത്യം നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയും കൂടെ ഒരു രക്തസാക്ഷിയാണ് ശരിക്ക് ഈ 1997 ഞാൻ സ്കൂളിൽ കയറി ജസ്റ്റ് 2 വർഷമൊക്കെ ആവണേ ഉള്ളൂ. അന്ന് സർവീസ് കയറി 2 വർഷം ആയിട്ടേ ഉള്ളൂ ഈ കുട്ടിയുടെ ആത്മഹത്യ സംഭവിക്കുന്നത്. അത് സ്നേഹരാഹിത്യത്തിൻ്റെ രക്തസാക്ഷി തന്നെയാണ്. കാരണം ആ കുട്ടിയുടെ അല്പം സ്നേഹത്തോടെ ഇടപെടാൻ അധ്യാപകർക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ, രക്ഷിതാക്കൾക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ. രക്ഷിതാവ് എന്ന് പറയുമ്പോൾ എനിക്ക് അമ്മ കുട്ടിയോട് വളരെ സ്നേഹത്തോടെ, പക്ഷേ അച്ഛൻ അങ്ങനെയല്ലായിരുന്നു. പിന്നെ കുട്ടിയുടെ സഹപാഠികളും അല്പം കൂടെ ആ കുട്ടിയെ ഒന്ന് സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ. 6ാം ക്ലാസ്സിലെ കുട്ടിയാണ്. ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളൊക്കെയാണ് നമുക്ക്. അതിൻ്റെ ഒരു രക്തസാക്ഷിയാണ് ആ കുട്ടി ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഇതൊക്കെ ഇല്ലാത്ത അല്ലെങ്കിൽ സ്നേഹമുള്ള ഒരു വിദ്യാലയ അന്തരീക്ഷം. അപ്പം ഞാൻ ജോലി ചെയ്യുന്ന സ്കൂളിൽ അതെനിക്ക് ആ അർത്ഥത്തിൽ സാധ്യമല്ല. എനിക്ക് എൻ്റെ ക്ലാസ്സിൽ എൻ്റെ 40 മിനിറ്റ് പീരീഡൊക്കെ വേണമെങ്കിൽ ചിലപ്പം അങ്ങനെ പറ്റിയേക്കും. എന്നാൽ പോലും അവിടെയും എനിക്ക് അല്പം ഹിംസാത്മകമായി കുട്ടികളോട് പെരുമാറേണ്ട അവസ്ഥയൊക്കെ ഉണ്ടാവും. കാരണം നമ്മൾ അവരെ നിർബന്ധിക്കലാണ്. അപ്പോൾ ആ ഒരു സ്വാതന്ത്ര്യം മുഴുവനായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പം ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലാണ് ടോട്ടോച്ചാനൊക്കെ വായിച്ച് നമ്മളിങ്ങനെ വല്ലാതെ ഇൻസ്പയർ ചെയ്ത് നിൽക്കുന്ന കാലമാണത്. പലവട്ടം ടോട്ടോച്ചാനൊക്കെ നമ്മൾ പലപ്പോഴും ഉത്തരം തരാൻ വേണ്ടിയിട്ടുള്ളൊരു വായനയൊക്കെ ഉണ്ട് നമ്മുടെ പ്രശ്നങ്ങൾക്ക്. അങ്ങനെയൊക്കെ അന്നും ടോട്ടോച്ചാനൊക്കെ പിന്നെയും വായിക്കും. അപ്പോഴാണ് പിന്നെ അന്ന് നമുക്ക് കല്യാണം കഴിച്ചു, നമുക്ക് ഒരു കുട്ടിയൊക്കെ ആയിട്ടുണ്ട്, ഈ കുട്ടിയെ ഇനി ഈ സ്കൂളിലാണോ നമ്മൾ പഠിപ്പിക്കേണ്ടത് എന്നുള്ളൊരു തോന്നലൊക്കെ നമുക്കുണ്ട്. അപ്പോൾ അവർക്കൊക്കെ പറ്റുന്നൊരു സ്കൂള്. പിന്നെ നമുക്ക് സമാന്തരമായിട്ട് ആ കാലത്ത് സാരംഗുമായിട്ടും കനവുമായിട്ടും ഇവരൊക്കെയാണ് അന്നത്തെ ഒരു ബദൽ വിദ്യാലയങ്ങൾ, നമ്മുടെയൊക്കെ ഒരു വലിയൊരു മാതൃക, ഒരു സ്വപ്നം പോലെ നമ്മൾ കാണുന്ന സ്ഥാപനങ്ങളാണ്. അപ്പോൾ അവരുമായിട്ടൊക്കെ ബന്ധമുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെയൊക്കെ ഒരു ചുവട് പിടിച്ച് നമുക്കും അങ്ങനെയൊക്കെ പറ്റിയില്ല എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ട്. അങ്ങനെ ആണ് ടോമോ. അപ്പോൾ പരിമിതികളുണ്ട്. ഇടവണ്ണ പോലത്തെ സ്ഥലത്ത് ഞങ്ങൾ 3-4 സുഹൃത്തുക്കൾ ചേർന്ന് ഇത് തുടങ്ങുമ്പോൾ
അതിനകത്ത് ഒരു പൂർണ്ണ അധ്യാപകൻ ഞാനാണ്. മറ്റുള്ളവരൊക്കെ അധ്യാപകൻ്റെ മനസ്സുള്ളിലുള്ളവർ വേറെ ജോലി ചെയ്യുന്നവരും ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇത് ഒരു നിലവിലുള്ള സ്ട്രക്ചറിനകത്ത് ഇതെങ്ങനെ സാധ്യമാവും, ഇങ്ങനെ പല രീതിയിലും ആലോചിച്ച് ഒരു ബദൽ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ആദ്യം ചിന്തിക്കുന്നു, വിദ്യാഭ്യാസ സ്ഥാപനത്തെക്കുറിച്ച്, അതിൻ്റെ പരിമിതികൾ, ഞങ്ങളുടെ പരിമിതികൾ, ഇതെല്ലാം വെച്ചിട്ടാണ് ടോമോ. അത് ശരിക്കൊരു നമ്മൾ മറ്റു രീതിയിൽ ടോമോ സ്കൂളിൻ്റെ ആത്മാവ് അതിനകത്തുണ്ട്. സ്ട്രക്ചർ ചിലപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ ഒരു പാരൽ ട്യൂഷൻ സെൻറ്ററിൻ്റെ സ്ട്രക്ചറൊക്കെയാണ്. പിന്നെ അന്നത്തെ ഞങ്ങളുടെ സാഹചര്യത്തിൽ ഇടവണ്ണയിൽ കിട്ടാവുന്ന ഒരു സ്ഥലം, അതിന് വാടക കൊടുക്കണം, സാമ്പത്തികമായ പ്രശ്നങ്ങളുണ്ട്, അതിന് പറ്റിയ അധ്യാപകരെ കിട്ടണം. കുട്ടികളെല്ലാം സ്കൂളിൽ പോകുന്നവരാണ്, സ്കൂളിൽ പോകാത്ത കുട്ടികളല്ല, എല്ലാവരും സ്കൂളിൽ പോകുന്നവരാണ്. ഇങ്ങനെയൊക്കെയാണ് ടോമോയുടെ പരീക്ഷണം നടക്കുന്നത്. അപ്പോൾ അത് കുറച്ചു കാലം അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി നമുക്ക് ഒരുപാട് സന്തോഷവും സംതൃപ്തിയൊക്കെ ഉണ്ടായി. പക്ഷെ പിന്നെ നമുക്ക് തുടരാൻ പറ്റിയില്ല. ഇവരത് ആ രീതിയിൽ തുടരേണ്ടതില്ല. അതിൻ്റെ അകത്തുള്ള പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റീസ് എന്തായിരുന്നു? ഒരു സ്കൂളിംഗ് സിസ്റ്റത്തിന്റെ അകത്ത് നിന്ന് മാറിയിട്ട് നമ്മളൊരു ട്യൂഷൻ സെന്ററിലെ പോലെയുള്ള ഒരു സിസ്റ്റത്തിലേക്ക് ക്ഷണിക്കുന്നു. അതും എനിക്ക് തോന്നുന്നു പരീക്ഷയിലും ജീവിതത്തിലും വിജയിക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെ ക്ഷണിച്ചിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു അത്. പിന്നെ ഒന്ന് ഞങ്ങൾക്ക് കുട്ടികളെ കിട്ടണം, കുട്ടികളെ നമുക്ക് കിട്ടണം. വിദ്യാലയം നടത്തണമെങ്കിൽ കുട്ടികളെല്ലാം സ്കൂളിൽ പോകുന്നവരാണ്. ആ സ്കൂളിൽ പോകുന്ന കുട്ടികൾ ഞങ്ങളുടെ കൂടെ കുറച്ച് ദിവസത്തിനൊക്കെ വരും. ഞങ്ങളൊരു ക്യാമ്പിന് വരും. ഞങ്ങൾ നാടകം പഠിപ്പിക്കുന്നുണ്ട്. അന്ന് നമ്മുടെ സുഹൃത്തുക്കൾ ചേർന്ന് നാടകമൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഈ നാടകം കുട്ടികൾ സ്കൂളിൽ മത്സരത്തിനുള്ള നാടകമാണ്. അത് അന്ന് ചന്ദ്രനാണ് ആ നാടകത്തിൻ്റെ ആൾ. അപ്പോൾ അതിൻ്റെ എഴുത്തൊക്കെ ഞാനതിൽ കൂടുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടികൾ നാടക ക്യാമ്പ് കഴിഞ്ഞ് നാടകം അവതരിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അവർ തിരിച്ച് സ്കൂളിലേക്ക് തന്നെയാണ് പോകുന്നത്. ആശാക്കൂട്ടത്തിൽ മലയാളം എഴുതാൻ അറിയാത്ത കുട്ടികളൊക്കെ ഉണ്ട്. ഇവരൊക്കെ നമ്മൾ നാടകത്തിൻ്റെ സ്ക്രിപ്റ്റ് പകർത്താൻ വേണ്ടിയിട്ടൊക്കെ ആ രീതിയിലൊക്കെ നമ്മളവരെ മലയാളം പഠിപ്പിക്കുന്നുണ്ട്. അവിടെയൊക്കെ ചെറിയ ചില ഇടപെടലുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ചുവട് പിടിച്ചിട്ട് ഈ കുട്ടികൾക്ക് ട്യൂഷൻ പോലെ തുടങ്ങിയാൽ എന്നുള്ളതാണ് നമ്മൾ ആദ്യം ആലോചിക്കുന്നത്. കുട്ടികളെ കിട്ടണം. അപ്പോൾ ട്യൂഷൻ എന്ന് പറഞ്ഞാലേ കുട്ടികൾ വരുള്ളൂ. അന്ന് ഇടവണ്ണയിലെ ഒരു അനുകൂലമായ സാഹചര്യം, ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഗവൺമെൻറ് ഹൈസ്കൂള് ഷിഫ്റ്റാണ്. ഉച്ച വരെ കുട്ടികൾക്ക് സ്കൂളുള്ളൂ. ഉച്ച കഴിഞ്ഞാൽ പിള്ളേരൊക്കെ പുറത്താണല്ലോ. അപ്പോൾ അവരെ ട്യൂഷൻ എന്നുള്ള രീതിയിൽ കിട്ടുകയാണെങ്കിൽ അപ്പോൾ ചെറിയ ട്യൂഷൻ ഫീസ് വാങ്ങാം. ഫീസില്ലാത്തവർക്ക് നമ്മൾ പൈസ തരാത്തവർക്ക് നമുക്ക് സ്പോൺസർമാരെ കണ്ടെത്താം. അങ്ങനെയൊക്കെയുള്ളൊരു പ്ലാനിലൊക്കെയാണ് തുടങ്ങുന്നത്. അപ്പോൾ ഞങ്ങൾ ചെയ്തത്, അപ്പോൾ ട്യൂഷനാണ് നിലവിലുള്ള അവർ ഫീസ് തരുന്നുണ്ട്. അപ്പോൾ രക്ഷിതാക്കളെ ബോധ്യപ്പെടുത്തണം, നിലവിലുള്ള സിലബസ് പഠിപ്പിക്കണം, പരീക്ഷയിൽ നല്ല മാർക്ക് വേണം, ഇതൊക്കെ കൺവിൻസ് ചെയ്യണം. അപ്പോഴാണ് ഞങ്ങൾ ആലോചിച്ചത് പരീക്ഷയിൽ ജയിക്കാൻ സ്കൂളൊക്കെ ഉണ്ട്, പക്ഷെ ജീവിതത്തിൽ ജയിക്കട്ടെ. അപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഒരു ജീവിത പരിശീലനമാണ്. അപ്പോൾ പരീക്ഷയിലും ജീവിതത്തിലും വിജയിക്കാൻ എന്നുള്ളൊരു ക്യാപ്ഷനോ കൊടുത്തിട്ട് അങ്ങനെയൊക്കെയാണ് നമ്മൾ കുട്ടികളെ കണ്ടെത്താനൊക്കെ ശ്രമിക്കുന്നത്. ഏതാണ്ട് 200-250 കുട്ടികൾ ഞങ്ങൾക്ക് പല ക്ലാസ്സുകളായിട്ട് അന്നുണ്ട്. ചെയ്ത പണി എന്താ വെച്ചാൽ നിലവിലുള്ള സിലബസ് പ്ലസ് ഞങ്ങളുടെ സിലബസ്. ഞങ്ങളുടെ സിലബസ് എന്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കുട്ടികൾക്ക് പിന്നെ സ്കൂളിൽ നിന്ന് കിട്ടുന്ന കുറേ കുറവുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു റിമഡിയൽ ടീച്ചിങ് ആണ്. അത് സമൂഹത്തിന് അല്ലെങ്കിൽ പാരൻസിന് നിർബന്ധമുള്ള സംഗതിയൊന്നുമല്ല, അല്ലെങ്കിൽ നിർബന്ധമായിക്കൊള്ളണമെന്നില്ല. പക്ഷെ നമുക്കത് ബോധ്യപ്പെടുത്താം. അപ്പോൾ അതിനുവേണ്ടി പാരൻസിനെ ഞങ്ങൾ വിളിച്ചു ചേർത്തിട്ട് കാര്യങ്ങൾ ബോധ്യപ്പെടും. നമ്മുടെ കുട്ടികൾക്ക് ചില കുറവുകളൊക്കെ ഉണ്ടല്ലോ. അവരിപ്പോൾ സാമൂഹ്യശാസ്ത്രം പഠിക്കുന്നുണ്ട്, പക്ഷെ സമൂഹത്തെക്കുറിച്ച് അവർക്ക് യാതൊരു വിവരമില്ല. പിന്നെ അവർക്ക് സയൻസ് പഠിക്കുന്ന കുട്ടികൾക്ക് പിന്നെ പരിസ്ഥിതിയെക്കുറിച്ചോ അല്ലെങ്കിൽ നക്ഷത്രങ്ങളെക്കുറിച്ചോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർക്ക് അറിയില്ല. അപ്പോൾ ഇതൊക്കെ ക്യാമ്പ് വഴി നമുക്ക് കൊടുക്കാം. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പാരൻസിനോട് പറയുന്നത്. ഞങ്ങൾക്ക് വേണ്ടത് ഈ കുട്ടികളെ ഇൻട്രാക്ട് ചെയ്യാൻ ഞങ്ങൾക്ക് കുട്ടികളെ കുറച്ച് സമയമെങ്കിലും കിട്ടണം. അപ്പോൾ അതിന് പറ്റുന്നൊരു ടീമിനെ സാധാരണ പാരലൽ കോളേജിലൊക്കെ ട്യൂഷൻ എടുക്കാൻ വരുന്ന പോലത്തെ കുറച്ച് അധ്യാപകർ, ബാക്കി ഞങ്ങളുടെ ഈ സർക്കിളിലുള്ള കുറച്ച് സുഹൃത്തുക്കൾ. അപ്പോൾ ഞങ്ങളുടെ ഈ സുഹൃത്തുക്കളൊക്കെ അധ്യാപകരായി വേഷം കിട്ടി. അവരൊക്കെ പാർട്ട് ടൈമായിട്ട് മറ്റ് ജോലിയുള്ള ആൾക്കാരാണ്. ഞാനും ഒരു ഷിഫ്റ്റ് സ്കൂളിൽ ജോലി ചെയ്യുന്നു. ഞാൻ ആ സ്കൂൾ വിട്ടാൽ ഞാൻ നേരെ ഇങ്ങോട്ട് വരുന്നു. അങ്ങനെ ഞങ്ങളൊക്കെ അവിടെ അധ്യാപകരായിട്ട് മാറുന്നു. അല്ലാത്തവർക്ക് ഈ ഒരു മനസ്സുണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ തന്നെ പരിശീലനം കൊടുക്കുന്നു. അവർക്ക് കണ്ടന്റ് സിലബസ് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള സാധനം അവരെടുത്തിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ സിലബസ് കൊടുക്കാൻ. അപ്പോൾ നമ്മളതിനകത്ത് പരിസ്ഥിതി വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്തു. പിന്നെ സിനിമ, കല, നാടകം, പിന്നെ ഇംഗ്ലീഷ് കുട്ടികൾ പഠിക്കുന്നുണ്ട്, പക്ഷേ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല. അപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കാനുള്ളൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കണം. പിന്നെ കുട്ടികളുടെ ഉള്ളിലുള്ള കുറേ കോംപ്ലക്സുകളുണ്ട്. അതിൽ SLC തോറ്റ കുട്ടികളുണ്ട്. അവരെ അവരെ SLC എഴുതി ജയിപ്പിക്കാൻ ഉള്ള പരിശീലനം കൊടുക്കുന്ന അതാണ് ഞങ്ങളുടെ കൂടുതൽ കുട്ടികൾ. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ 2-3 SLCയുടെ ബാച്ചുകളുണ്ട്. സാധാരണ ഇവരെ ഫെയിൽഡ് ബാച്ച് എന്ന് പറയാം. പക്ഷെ ഞങ്ങളതൊരിക്കലും അങ്ങനെ വിളിക്കാൻ ഞങ്ങൾ തയ്യാറില്ലായിരുന്നു.
അപ്പോൾ എന്നാൽ ഈ ക്ലാസ് ഏത് പിന്നെ ഈ 10A 10B എന്നൊക്കെ പറയുന്ന ഒരു സിസ്റ്റം ഒഴിവാക്കാൻ വേണ്ടി ഞങ്ങൾ അന്ന് വെറുതെ തോന്നിയതാണ് ഓരോ ഋതുക്കളുടെ പേരുകൾ കൊടുക്കാം ക്ലാസ്സിന്. അങ്ങനെ ശിശിരം, വസന്തം, ഹേമന്തം, ശരത് ഇങ്ങനെയൊക്കെ ഇതായിരുന്നു നമ്മുടെ ക്ലാസ് മുറിയുടെ പേരുകൾ. അപ്പോൾ ഫെയിൽഡ് ബാച്ച് എയിലെ കുട്ടികൾ എന്ന് പറയുന്നതിന് പകരം ശിശിരത്തിലെ കുട്ടികൾ, ആ ശിശിരത്തിലെ കുട്ടികൾ ആരാ ഞങ്ങൾക്ക് അറിയാം, SLC ഒറ്റ കുട്ടികളാണ്. പിന്നെ വസന്തത്തിലെ കുട്ടികൾ UP സ്കൂളിൽ ട്യൂഷൻ വരുന്ന കുട്ടികളാണ്. അപ്പം ഞങ്ങൾ അങ്ങനെ അവരെ UP ഹൈസ്കൂളൊന്നും പറയാതെ ഇങ്ങനെ പറയാം. കുട്ടികൾക്ക് പെട്ടെന്ന് കുട്ടികൾ പഠിച്ചെടുത്തു. പിന്നെ അന്ന് ചെയ്യാവുന്ന കാര്യം അവിടെ കുട്ടികളിങ്ങനെ നിറയെ ചുമരിലൊക്കെ കുത്തി വരഞ്ഞ് മാഷന്മാരെ പേരൊക്കെ തെറി വിളിക്കുന്ന രീതിയിലൊക്കെ എഴുതുന്നൊരു കാലമാണ്. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വരയ്ക്കാൻ കുറച്ച് ഒറ്റ സ്പേസ്, അവിടെ അവർക്ക് എന്തും ചെയ്യാം. അവിടെ ചോക്കുണ്ടാവും, കുട്ടികൾക്ക് വരയ്ക്കുക എഴുതുകയൊക്കെ, അങ്ങനെ അവരുടെ ഉള്ളിലുള്ള ആ ഒരു സംഗതി അവിടെ ആവിഷ്കരിച്ചോട്ടെ. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ. പിന്നെ ഈ പറഞ്ഞ ഞങ്ങളുണ്ടാക്കിയ സിലബസ്, പിന്നെ ഒരുപാട് ഗസ്റ്റുകൾ, നമ്മുടെ കുറേ സുഹൃത്തുക്കൾ നമ്മുടെ ബന്ധത്തിൽപ്പെട്ട, അങ്ങനെ അന്ന് സാരംഗിൽ നിന്ന് ഞങ്ങൾ ഈ അധ്യാപകരെ കൊണ്ട് സാരംഗിലേക്ക് പോയി. സാരംഗ് ഞങ്ങളുടെ ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. അപ്പോൾ അട്ടപ്പാടിയിലേക്ക് ഞങ്ങളുടെ അധ്യാപകരെയും കൊണ്ടുപോയിട്ട് അവിടെ വെച്ചിട്ട് അവർക്ക് പരിശീലനം, ഈ സ്നേഹദർശനം എന്നുള്ള വിഷയം 2 ദിവസം അവിടെ താമസിച്ചു. അങ്ങനെ അത് അവരുണ്ടാക്കിയിട്ടുള്ള ചേഞ്ച് ഉണ്ട്. അന്ന് അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒരു മാർഗരറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അമേരിക്കക്കാരി, അവർ ജപ്പാനിലെ ഒരു അധ്യാപികയാണ്. അവർക്ക് ടോമസ് സ്കൂളും ടോട്ടാച്ചനൊക്കെ നന്നായിട്ട് അറിയാം. അപ്പോൾ അവർക്ക് ഭയങ്കര അത്ഭുതം, ഞങ്ങളിങ്ങനെ ആ ഒരു പുസ്തകത്തിൻ്റെ പ്രചോദനത്തിൽ ഇങ്ങനെ ഒരു സ്കൂൾ നടത്തുന്നു. അവർക്ക് ടോട്ടാച്ചൻ എഴുതിയ തെസ്കോയെ അറിയാം. അപ്പോൾ അവർ പറഞ്ഞു, ഞാനും തിരിച്ചു ചെന്ന് ജപ്പാനിൽ പോയി തെസ്കോയെ കണ്ടിട്ട് നിങ്ങളുടെ ഒരു സ്കൂൾ ഇവിടെ ഉണ്ട് എന്നൊക്കെ പറയുന്നൊക്കെ ഞങ്ങളോടന്ന് അവർ അവിടുന്ന് അട്ടപ്പാടിയിൽ നിന്ന് സാരംഗിൽ വെച്ച് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളുടെ ടോമോ കാണാൻ നിങ്ങൾക്ക് വന്നൂടെ. അങ്ങനെ അവരിവിടെ വന്നു, അവർ ഇടവണ്ണയിൽ വന്നു. അങ്ങനെ മാർഗരറ്റ്, അപ്പോൾ ഗൗതമും കൂടെ ഉണ്ട്. ഗൗതം സ്കൂളിൽ പോകാത്ത ഒരാളാണ്. അപ്പോൾ ഞങ്ങളുടെ കുട്ടികൾക്ക് ഇതൊരു നല്ലൊരു അവസരമായിട്ട് കണ്ടു. അപ്പോൾ ഈ 2 ഗസ്റ്റുകൾ, അപ്പോൾ മാർഗരറ്റ് ഇംഗ്ലീഷ് മാത്രമേ അറിയുള്ളൂ. മാർഗരറ്റ് ഞങ്ങളുടെ കുട്ടികളോട് ഇംഗ്ലീഷിൽ സംസാരിക്കുന്നു. അപ്പോൾ കുട്ടികൾ വളരെ കൗതുകത്തോടെ ഇരിക്കുന്നു. അവർ കുറേ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഗൗതമാണ്. അപ്പോൾ ഗൗതമിനെ നമ്മൾ പരിചയപ്പെടുന്നത് 1ാം ക്ലാസ്സിൽ പോലും പോയിട്ടില്ലാത്ത, ഒരു സ്കൂളിൽ പോലും പഠിക്കാത്ത ആൾ. ഗൗതം വളരെ അമേരിക്കൻ ഫ്ലുവൻസിയിൽ സംസാരിക്കുന്ന മാർഗരറ്റിൻ്റെ ഈ സംസാരങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. അങ്ങനെ കുട്ടികൾ മാർഗരറ്റുമായിട്ട് അവർ 2 ദിവസം ഇവിടെ ഉണ്ടായിരുന്നു, നമ്മളെ വീട്ടിലുമൊക്കെ താമസിച്ചുകൊണ്ട് 2 ദിവസം. അപ്പോൾ അവരിങ്ങനെ ഇൻട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഒരുപാട്, ഇതൊക്കെ ഒരു അവിചാരിതമായി വീണ് കിട്ടിയതാണ്. അങ്ങനെ ഉള്ള കുറേ ഗസ്റ്റുകൾ, പല രീതിയിലുള്ള ഗസ്റ്റുകളെ ഞങ്ങൾ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ നക്ഷത്രങ്ങളെക്കുറിച്ച് പഠിക്കാൻ നക്ഷത്ര നിരീക്ഷണം ചെയ്യുന്ന ആൾ. പിന്നെ ഞങ്ങൾ കുട്ടികളെ കൊണ്ട് പുറത്ത് കൊണ്ടുപോകും. പുഴക്കരയിലേക്ക്, നിലമ്പൂർ കാട്ടിലേക്ക്, നെടുങ്കയത്ത് കാട്ടിനുള്ളിൽ താമസിച്ചുകൊണ്ടുള്ള ക്യാമ്പുകൾ. ഇതൊക്കെ ചേർന്ന് കുട്ടികൾ വലിയ നിർബന്ധങ്ങളൊന്നും ഇല്ലാതെയും അടിയും ഇമ്പോസിഷനും ഇല്ലാതെയും അവർ പഠിക്കാൻ തുടങ്ങി എന്നുള്ളത് ഞങ്ങൾക്കൊരു ബോധ്യപ്പെട്ടു. ഈ അടിയും ഇമ്പോസിഷനും എല്ലാം അതേ മുറ ഉപയോഗിച്ചിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ തോറ്റ കുട്ടികളെ SLC എഴുതാൻ വേണ്ടി പഠിപ്പിക്കുന്ന ഒരു ടീം പുറത്തുണ്ട്, വേറെ സ്ഥാപനമുണ്ട്. ഇവിടുത്തെ റിസൾട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവരേക്കാൾ മുകളിലായിരുന്നു ഞങ്ങൾ, ഇതൊന്നും ഇല്ലാതെ. അപ്പം അത് നമ്മുടെ ടീച്ചേഴ്സിന് അത് ബോധ്യമാണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ആവശ്യമില്ല എന്നുള്ളത്. അങ്ങനെയുള്ള ഒരു രീതിയിൽ ഒരു ഞങ്ങളൊരു സിസ്റ്റം അങ്ങനെ ഉണ്ടാക്കിയെടുത്തു. അതങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോയി. ഇടയ്ക്ക് നൈറ്റ് ക്ലാസ് എന്നുള്ള പേര് ഞങ്ങൾ വെക്കും. ഒരു നൈറ്റ് കുട്ടികൾ ക്യാമ്പ്, ആ ഒരു സഹജീവനം എന്നുള്ളതിൻ്റെ ഒരു പരിശീലനം കിട്ടാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഒരു 3 വർഷം ആണ് ഇത് കൊണ്ടുപോകുന്നത്. അത് അവരിൽ വളരെ വലിയൊരു പിന്നെ സിനിമ ഒരുപാട് നല്ല സിനിമകൾ. അന്ന് ഫിലിം ഫെസ്റ്റിവലുകളൊന്നും ഇത്ര ആഘോഷിക്കപ്പെടുന്ന കാലമല്ല, പക്ഷെ ഞങ്ങൾ ഫിലിം ഫെസ്റ്റിവൽ നടത്തി. അങ്ങനെ നടത്തിയ ഒരു ഫിലിം ഫെസ്റ്റിവലിലാണ് ഈ രാം കെ നാം എന്നുള്ള സിനിമ കാണിക്കാൻ തുടങ്ങി. അത് എതിർത്തു, കാണിക്കാൻ പറ്റിയില്ല. പിന്നീട് അത് കേരളത്തിൽ നിരോധിക്കുന്ന അവസ്ഥയിലേക്ക് ആദ്യം മലപ്പുറം ജില്ലയിൽ അത് നിരോധിച്ചു. പിന്നെ അത് വലിയ വിവാദങ്ങളൊക്കെ ആയി ആ കാലത്ത്. അത് ഞങ്ങളുടെ ടോമോയിലെ ഒരു വിദ്യാഭ്യാസ പ്രവർത്തനമായിരുന്നു അതിൻ്റെ ഒരു കാരണമായി മാറിയത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ സമയത്തിനുള്ളിൽ നമുക്ക് ഒരു പരീക്ഷണം എന്നുള്ള നിലയ്ക്ക് ഞങ്ങളുടെ സിലബസ് അതായിരുന്നു. ഇങ്ങനെ സ്നേഹപൂർവ്വമുള്ള ഒരു വിദ്യാഭ്യാസ രീതി പരിശീലിക്കാനും അത് ആവിഷ്കരിക്കാനും ശ്രമിച്ചുവെങ്കിൽ പോലും മാഷ് നമ്മൾ സംസാരിച്ച് തുടങ്ങിയപ്പോൾ തന്നെ ഇപ്പോഴും അധ്യാപനത്തിൽ ഉള്ളൊരു ആശങ്കയെക്കുറിച്ചുകൂടെ പറഞ്ഞു. കുട്ടികളുമായിട്ട്, പുതിയ തലമുറയിലെ കുട്ടികളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ എൻ്റെ അധ്യാപന രീതി ഇപ്പോഴും മാറ്റണമെന്ന് സ്വയം വിചാരിക്കുന്ന, നിരന്തരം പുതുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ കൂടിയാണ്. അപ്പം
ടോമോ ഒക്കെ തുടങ്ങുന്ന സമയത്ത് തന്നെയാണ് മാഷ് സൂചിപ്പിച്ച പോലെ സാരംഗ്, കനവ് തുടങ്ങിയിട്ടുള്ള കേരളത്തിന്റെ ഒരു വിദ്യാഭ്യാസ ചരിത്രത്തിൽ വളരെ പ്രസക്തിയുള്ള സമാന്തര പരിശ്രമങ്ങളും നടക്കുന്നത്. അപ്പോൾ സാരംഗിലെ അധ്യാപകരെ കൊണ്ടുപോയ ഒരു കഥ മാഷ് പറഞ്ഞു തുടങ്ങി. അപ്പോൾ സാരംഗ് ഒക്കെ ഉള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഇപ്പൊ കനവ് പോലെയുള്ള സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എങ്ങനെയാണ് ടോമോയെ നിലനിൽക്കാൻ അല്ലെങ്കിൽ രൂപപ്പെടുത്താൻ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ സഹായിച്ചിട്ടുള്ളത്? സാരംഗും കനവും സമാന്തരം നല്ല ശരിക്കും അവൾ ഉപയോഗിക്കാം. കുറച്ചുകൂടെ ഒരു ബദൽ ആയിരുന്നു അത്. കാരണം സമാന്തര സ്ഥാപനം എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഇപ്പുറത്ത് പാരലൽ കോളേജ് ഒരു സംവിധാനം ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ കനവ് സാരംഗൊക്കെ നമ്മുടെ ഒരു വലിയൊരു ഊർജ കേന്ദ്രം. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ ഇടയ്ക്ക് പോകുന്നുണ്ട്, അവരുടെയൊക്കെ നമുക്ക് നല്ല ബന്ധമുണ്ട്. പക്ഷെ നമ്മളവിടെ സന്ദർശകർ മാത്രമാണ് ആ സമയത്ത്. അപ്പോൾ പിന്നെ ടോമോ തുടങ്ങുമ്പോൾ നമുക്ക് ഈ രണ്ട് ടീമിൻ്റെയും സാരംഗിൽ ഞങ്ങൾ അധ്യാപകർ ക്യാമ്പും മറ്റു കാര്യങ്ങളും കൊടുക്കുന്നു. ഗോപാലകൃഷ്ണൻ മാഷും വിജയലക്ഷ്മി ടീച്ചറും ഗൗതം ഒക്കെ ഇവിടെ വന്നുകൊണ്ട് നമുക്ക് വേണ്ട സഹായങ്ങളും പിന്നെ ഞങ്ങൾ പുറത്ത് നടത്തുന്ന ചില ഇടപെടലുകളുണ്ട്. അത്തരം കാര്യങ്ങളിലൊക്കെ ഞങ്ങൾ അംഗൻവാടി അധ്യാപകരൊക്കെ വിളിച്ചു ചേർത്തിട്ട് ഒരു പരിപാടി നടത്തിയന്ന്. അപ്പോൾ അത് ഗോപാലകൃഷ്ണൻ മാഷാണ് അത് കൈകാര്യം ചെയ്തത്. പിന്നെ അങ്ങനെ അതൊക്കെ നടക്കുന്നുണ്ട്. കനവും അതേപോലെ ബേബി മാഷ് ഇവിടെ ടോമോയിൽ വന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടൊരു സപ്പോർട്ട് തരാനും പിന്നെ നമ്മുടെ അധ്യാപകരും കൊണ്ടുള്ള യാത്രകൾ ഈ രണ്ട് സ്ഥാപനത്തിലൂടെയും ഇങ്ങനെയൊക്കെ ആണ് നമുക്ക് അവരിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. പിന്നെ അവരൊക്കെ അവിടെ ഉണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് ഞങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട് ടോമോ കൊണ്ടുപോകാൻ. അപ്പോൾ അതിനേക്കാൾ എത്രയോ പ്രയാസത്തിൽ എത്രയോ വർഷങ്ങളായിട്ട് ഇവരിതൊക്കെ കൊണ്ടുപോകുന്നു. അപ്പോൾ അവരൊക്കെ അവിടെ ഉണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് തരുന്നൊരു വലിയൊരു ആത്മവിശ്വാസമുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ അത് അന്ന് കൊണ്ടുപോയത്. ഇപ്പോൾ ഇന്നത്തെ ഒരാശങ്കയെക്കുറിച്ച് അതിൽ ചോദിച്ചു. അത് അധ്യാപനത്തിൻ്റെ അത് എല്ലാ കാലത്തും നമുക്ക് അസംതൃപ്തി ഉണ്ട്. ഒന്ന് നമുക്ക് നിലവിലുള്ള ഈ സിസ്റ്റത്തിനകത്താണല്ലോ നമ്മൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്വപ്നം മുഴുവനും നമ്മളിപ്പോൾ ടോട്ടോച്ചാൻ വായിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു വല്ലാത്തൊരു സ്വതന്ത്ര ലോകം ഉണ്ട്. അത് നമ്മുടെ സ്കൂളിൽ നമുക്ക് കിട്ടൂല. നമുക്ക് ടോട്ടോച്ചാനെ കുറിച്ചുള്ള കഥ പറഞ്ഞു കൊടുക്കാം. പിന്നെ നമ്മുടെ സമീപനത്തിൽ ഒരു കൊബയാഷി മാഷിൻ്റെ എന്തെങ്കിലും ഒരു എലമെന്റ് കൊണ്ടുവരാൻ പറ്റുമോ നോക്കാം. അത് അന്ന് ഞങ്ങൾക്കൊരു ടീമുണ്ട് അധ്യാപകരുടെ. അപ്പം ഞങ്ങളൊക്കെ പരസ്പരം ഞങ്ങളൊക്കെ ഉള്ളിലിങ്ങനെ ഞങ്ങൾ പറയും നമ്മളൊക്കെ കൊബയാഷി മാഷന്മാരാവേണ്ടാണ് എന്നുള്ള രീതിയിൽ പറയും. കുട്ടികൾക്ക് കഥകൾ പറഞ്ഞു കൊടുക്കുക. അതിനുവേണ്ടി ഞങ്ങളൊക്കെ ക്ലാസ് ലൈബ്രറി എന്നുള്ള DPP ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ക്ലാസ്സിൽ ലൈബ്രറികൾ ഉണ്ടാക്കാം. അതിനുവേണ്ടി നമ്മൾ പുസ്തകം യൂറിക്ക അതൊക്കെ കൊണ്ടുപോയിട്ട് കുട്ടികളെ വായിപ്പിക്കുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെ നമ്മുടെ ഒരു അസംതൃപ്തിയെ മറികടക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇത് ഇപ്പോഴും വേറെ രീതിയിലൊക്കെ നമ്മളെ ബാധിക്കുന്നുണ്ട്. പിന്നെ കുട്ടികളിൽ വന്നിട്ടുള്ള പുതിയ മാറ്റം അത് വലിയൊരു പ്രശ്നമാണ്. അതിനെ അഡ്രസ്സ് ചെയ്യാൻ ഉള്ള കാര്യത്തിൽ നമ്മൾ പലപ്പോഴും നിസ്സഹായരായി പോകുന്നു എന്നുള്ള കാര്യമുണ്ട്. കുട്ടികളുടെ ലോകം വല്ലാതെ മാറിയിട്ടുണ്ട്. അവരെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ കുറച്ചുകൂടെ മുമ്പ് നമ്മൾ TV എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒക്കെ പറഞ്ഞിരുന്നിടത്തുനിന്ന് മാറിയിട്ട് അവർ ശരിക്കും ഒരു അധോലോകമാണ്. ഞാൻ അധോലോകം എന്നുള്ളത് നമ്മൾ ഇന്ന് പറയുന്ന രീതിയിലല്ല, വേറൊരു സമാന്തര ലോകത്താണ് കുട്ടികൾ. ഈ ലോകത്ത് അധ്യാപകർക്കോ രക്ഷിതാക്കൾക്കോ ഒന്നും വലിയ സ്പേസ് ഇല്ല. അവരവിടെ ചെന്നാലും കുട്ടികളെ ഭാഷയിൽ പറഞ്ഞ തന്ത വൈബും തള്ള വൈബൊക്കെ ആയിട്ട് നമ്മൾ തള്ളപ്പെടും. അവരവിടെ ഒരു സമാന്തര ലോകം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അത് ക്ലാസ്സിൽ പോലും അവരൊരു 5 കുട്ടികൾ ഇങ്ങനെ വട്ടത്തിലിരുന്നാൽ അത് അവരെ സമാന്തര ലോകമാണ്. അവിടെ അവർ എന്താണ് പിന്നെ ഇൻട്രാക്ട് ചെയ്യുന്നത്, എന്താണ് അവരെ ഭാഷ എന്ന് പോലും നമുക്ക് അറിയില്ല. അറിയാൻ ശ്രമിച്ചാലും നമ്മൾ പലപ്പോഴും പരാജയപ്പെടും. പിന്നെ അപൂർവമായിട്ട് നമ്മൾ അവരോട് വല്ലാതെ അടുത്തൊക്കെ ഇടപഴകുമ്പോൾ അവർ നമ്മളതിലേക്ക് ചിലപ്പോൾ കൂട്ടും. എന്നാലും അവർക്ക് അറിയാം അവരെ വൈബിലല്ല നമ്മൾ നിൽക്കുന്നത് എന്നുള്ളത്. ഇത് അധ്യാപകരെ മാത്രമല്ല കേട്ടോ, ഇനി അവരുടെ ഇടയിൽ ഈ 10ാം ക്ലാസ്സുകാരൻ്റെ വൈബല്ല ഞങ്ങളുടെ തൊട്ടപ്പുറത്തുള്ള 5ാം ക്ലാസ്സിലോ LP സ്കൂളിലോ പഠിക്കുന്ന കുട്ടികൾക്കുള്ള വൈബ് അവരുടെ സർക്കിളിലേക്ക് ഇവരെയും കൂട്ടുന്നില്ല. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഭയങ്കരമാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നം കൊണ്ട് നമുക്ക് ക്ലാസ്സിൽ നമ്മൾ ഭയങ്കരമായിട്ട് അസംതൃപ്തിയും കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ട്. അതിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമം. പക്ഷേ ഇപ്പം നമ്മുടെ സിസ്റ്റം അതിന് പൂർണ്ണമായിട്ടൊരു സ്വാതന്ത്ര്യം നമുക്ക് തരുന്നില്ല. യാന്ത്രികമായി എല്ലാ കാര്യങ്ങളും യാന്ത്രികമായി വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ പിന്നെ ഞാൻ ആകെ സമാധാനിക്കുന്നത് ഞാൻ പഠിപ്പിക്കുന്നത് മലയാളം ആയതുകൊണ്ട് നമുക്ക് അതൊരു കഥയും കവിതയൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്കൊരു കഥ മതിയാവും, അല്ലെങ്കിൽ ഒരു കവിതയുടെ ഒരു വരി മതിയാവും കുട്ടികളെ ഹൃദയത്തിൽ തൊടാൻ. അതിൽ നമ്മളിപ്പോഴും പരാജയപ്പെട്ടിട്ടില്ല. അല്ലെങ്കിൽ ആ ഒരു സ്പേസ് അവിടെ കിടക്കുന്നുണ്ട്.
അപ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ ഹൃദ്യമാവാൻ പറ്റിയാൽ ഏത് സബ്ജക്റ്റ് പഠിപ്പിക്കുന്നവർക്കും കുട്ടികളുടെ ഹൃദയത്തിൽ തൊടാൻ പറ്റും. പക്ഷേ അതിനുള്ള സമയമോ അല്ലെങ്കിൽ സിസ്റ്റം അതല്ല ആവശ്യപ്പെടുന്നത് ഈ അധ്യാപകരോടൊക്കെ. അപ്പോൾ സിസ്റ്റം ആവശ്യപ്പെടുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വല്ലാത്തൊരു ഓട്ടത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ അധ്യാപകർ നിസ്സഹായരായി പോവുകയോ മറന്നുപോവുകയോ ചെയ്യുന്നു എന്നുള്ളൊരു വിഷയമാണ് ഇപ്പോൾ ഉള്ളത്. അതേസമയം കുട്ടികൾക്കിടയിൽ മാനസിക സംഘർഷങ്ങൾ കൂടുകയും ഇപ്പോൾ കുട്ടികൾക്കിടയിൽ ആത്മഹത്യയുടെ നിരക്ക് വരെ കൂടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം തന്നെയാണ് കേരളത്തിലുള്ളത്. ഈ വിദ്യാഭ്യാസത്തിൻ്റെ അകത്ത് മാഷൊക്കെ മുന്നോട്ട് വെക്കുന്ന ഒരു സ്നേഹത്തിൻ്റെ ദർശനം കൂടുതൽ കൂടുതൽ പ്രസക്തമായി കൊണ്ടിരിക്കുന്ന ഒരു കാലവുമാണ്. ആ നിലയ്ക്ക് മാഷ് കുട്ടികളായിട്ട് ഇടപെടാൻ ശ്രമിക്കുമ്പോൾ ഇപ്പോൾ മാഷ് നല്ലൊരു ഗ്രന്ഥശാല പ്രവർത്തകൻ കൂടിയാണ്. ഇപ്പോൾ മലപ്പുറം ജില്ലാ ലൈബ്രറി കൗൺസിലൊക്കെ ആയിട്ടൊക്കെ തന്നെ മാഷ് ഇടപെടുന്നുണ്ട്. ഇവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ലൈബ്രറികളിൽ മാഷ് സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതേസമയം സ്കൂളിലും മാഷ് ഒരു സുന്ദരമായിട്ടുള്ള ലൈബ്രറി അതിങ്ങനെ കുറേ വർഷങ്ങളായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട്. കുട്ടികൾക്ക് അതിൻ്റെ ഒരു വായനയുടെ ഒരു രസം കൈമാറുന്നുണ്ട്. കുട്ടികളുടെ വായനയിൽ വന്നിട്ടുള്ള ഒരു മാറ്റം മാഷ് എങ്ങനെയാണ് നോക്കുന്നത്? അത് പിന്നെ കുട്ടികൾ വായിക്കാൻ താല്പര്യമില്ലാത്ത കുട്ടികൾ മുമ്പുണ്ട്, താല്പര്യമുള്ളവർ കുറച്ചാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ബുക്ക് ഒരു ടൂളായിട്ട് ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതെൻ്റെ ഒരു ഉപകരണമാണ്. ഒരുപാട് ഉപകരണങ്ങൾ നമുക്കുണ്ട്, അതിലൊരു ഉപകരണം പുസ്തകമാണ് എന്ന് വളരെ മുമ്പ് തന്നെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ ആലോചിക്കുന്നത് ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും നല്ല പുസ്തകങ്ങളൊക്കെ വായിക്കുകയോ അല്ലെങ്കിൽ വായിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് തന്നെ ഒരു സോഷ്യൽ വർക്കാണ് അല്ലെങ്കിൽ വിദ്യാഭ്യാസ പ്രവർത്തനമാണ് എന്നൊക്കെ ഇപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്. അപ്പോൾ കുട്ടികളുടെ വായനയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ പണ്ട് നമ്മൾ വളരെ ഇഷ്ടത്തോടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിരുന്ന കഥകൾ, ഉദാഹരണത്തിന് കുഞ്ഞിക്കൂനനാവാം, നരേന്ദ്രനാഥിൻ്റെ കുഞ്ഞിക്കൂനൻ ഒക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തിരുന്ന ആ ഒരു രീതിയല്ല, ആ ഒരു കണ്ടന്റ് പുതിയ കുട്ടികൾക്ക് അന്നത്തെ കുട്ടികൾ ആസ്വദിച്ച പോലെ ആസ്വദിക്കുന്ന രൂപത്തിൽ പറയാൻ നമുക്ക് പറ്റുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് അത് ആസ്വദിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആസ്വാദനത്തിൻ്റെ ലെവൽ മാറിയിട്ടുണ്ട്. അതിന് കാരണം പഴയ കുട്ടികൾക്ക് പിന്നെ അവർക്ക് നമ്മളൊരു കഥ പറയുമ്പോൾ ആ കഥയിലെ ഓരോ കാര്യങ്ങളും അവർക്ക് ഭയങ്കര വിസ്മയമുണ്ട്. അടുത്ത എന്താണ് വല്ലാത്തൊരു വിസ്മയമുള്ള ഒരു തലമുറയായിരുന്നു മുമ്പത്തെ. ഞാൻ അധ്യാപനം തുടങ്ങുന്ന കാലത്തുള്ള ഒരു 29 വർഷം മുമ്പത്തെ ഒരു കുട്ടിയെ ഞാൻ പറയാൻ തുടങ്ങുന്ന കാലത്ത്. അപ്പോൾ ആ കുട്ടികൾ ഭയങ്കര വിസ്മയമുള്ള, അവർക്ക് നമ്മളെ വായന എന്തെങ്കിലും വീണ് കിട്ടിയിട്ട് വേണം, വേറെ ഒരു ലോകമല്ല. അപ്പോൾ അവർക്ക് എക്സൈറ്റഡ് ആണ് അവർ ഇരിക്കുന്നത്. അപ്പോൾ അവരെ വളരെ പെട്ടെന്ന് നമുക്ക് തൊടാൻ പറ്റും. ഇപ്പോൾ ഒരു തരത്തിൽ വിസ്മയമില്ലാത്തൊരു തലമുറയാണ്. അവർക്ക് ഒരു തരത്തിലുള്ള വിസ്മയമല്ല. നമ്മൾ തന്നെ പറയുകയാണ്, നമ്മളിപ്പോൾ വലിയൊരു യന്ത്രം കണ്ടുപിടിച്ചിട്ടുണ്ട്, ഇനിയിപ്പോൾ ആ യന്ത്രം ഉണ്ടെങ്കിൽ നമുക്കിനി ഒരു പണി എടുക്കണ്ട, എല്ലാം നമ്മൾ ഉണ്ടോ, ആ കുട്ടികളത് അതിലൊന്നും ഒരു അത്ഭുതം ഉണ്ടാവില്ല, ഒന്നിലൊരു അത്ഭുതമില്ല. അപ്പം നുണ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഫാൻറ്റസിയുടെ ഒരു ലോകത്തേക്ക് കൊണ്ടുപോയിട്ടൊന്നൊരു അത്ഭുതം ഉണ്ടാക്കാനൊന്നും നമുക്ക് പറ്റില്ല. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ റിയാൻ്റെ ഘടനെ കുറിച്ച് പറഞ്ഞ പോലെ റിയാലിറ്റി അവർക്ക് അതിന് പിന്നെ വേറെ പ്രൂഫ് തരേണ്ടല്ലോ, അതവർ അംഗീകരിക്കും. അപ്പോൾ ഇപ്പോൾ അടുത്തൊക്കെ ഞാൻ എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞാൽ കുട്ടികൾ അത് തമാശയിൽ തള്ളുന്നൊക്കെ പറഞ്ഞാലും ഞാൻ കേട്ടിട്ടുണ്ട് മറ്റ് ടീച്ചേഴ്സിനോടൊക്കെ ടൂർ പോകുമ്പോഴേ കുട്ടികൾ മനസ്സ് തുറക്കുമല്ലോ. അപ്പോൾ മറ്റു കുട്ടികളോടൊക്കെ കുട്ടികളിങ്ങനെ പറയുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്, പിന്നെ അക്കുമാഷ് സംഗതി ക്ലാസ്സിൽ ഭയങ്കര തള്ളൊക്കെ പറഞ്ഞാലും ഞങ്ങൾക്ക് ക്ലാസ് ഭയങ്കര രസമാണ് എന്നുവെച്ചാൽ മാഷിൻ്റെ കുറേ രസങ്ങളും കഥകളും ഒക്കെ പറയും. ഞാൻ പറഞ്ഞത് എൻ്റെ വലിയ കാര്യങ്ങളല്ല, എനിക്ക് പറ്റിയ അമളി പറയും കുട്ടികളുടെ, തുറന്ന് പറയും. കുട്ടികൾ ഭയങ്കരമായിട്ട് ചിരിക്കും. അത്രയും പൊട്ടനാണോ ഈ സാറ് എന്നൊക്കെ ഒരു കുട്ടികൾ ഇപ്പോൾ തോന്നും. അപ്പോൾ അത് കുട്ടികൾ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പം റിയൽ സ്റ്റോറീസ്, അപ്പോൾ നമുക്ക് കുറേ റിയൽ സ്റ്റോറീസ് പറയാനുണ്ടാവണം. അപ്പോൾ ചിലപ്പോൾ ഞാൻ യാത്ര ചെയ്യുന്നത് പോലും കുട്ടികൾക്ക് വേണ്ടി ആവും എന്നുള്ള രീതിയാവാം. അപ്പം എനിക്ക് ചില അനുഭവങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരണം, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ അവർക്ക് ഇപ്പോൾ നമുക്കിപ്പം സന്തോഷ് ജോർജ് കുളങ്ങരൻ്റെ സഫാരി ചാനൽ കുട്ടികൾ കാണുന്നുണ്ടാവും ഒരു പക്ഷേ. അപ്പോൾ അവർക്ക് അതൊക്കെ അറിയാം. പക്ഷേ ആ സ്ഥലത്ത് ഞാൻ പോയിട്ട് എനിക്ക് അവിടെ നിന്നൊരു അനുഭവം ഉണ്ടായിട്ട് അത് ഞാൻ പറയുമ്പോൾ ആ കുട്ടികൾക്കത് ഭയങ്കര, അപ്പം ആ രീതിയിലുള്ള ഒരു ശ്രമമാണ്. അത് വേറൊരു വായനയാണ്. അപ്പം ഇതൊക്കെ പറയുന്ന ഒരാൾ ഒരു പുസ്തകത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ എൻ്റെ ഒരു അനുഭവം പോലെ പുസ്തകം പറയാം. അപ്പോൾ പുസ്തകം കുട്ടികളിൽ യേശുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് ഭയങ്കര ആത്മവിശ്വാസം അടുത്ത കാലത്ത് തന്നത്
എന്നെ ഭയങ്കരമായിട്ട് ഒരു മാറ്റിയ, അല്ലെങ്കിൽ എൻ്റെ ഒരു മലയാള അധ്യാപകനാക്കിയ ഒരു പുസ്തകമുണ്ട്. അത് കുട്ടിക്കൃഷ്ണമാരാരുടെ ഭാരത പര്യടനാണ്. സ്കൂളിൽ അറബി പഠിച്ച ആളാണ് ഞാൻ. 10ാം ക്ലാസ് വരെ ഞാൻ അറബി പഠിച്ച ആളാണ്. പ്രീ ഡിഗ്രി തൊട്ടാണ് ഞാൻ മലയാളം പഠിക്കുന്നത്. അപ്പോൾ 10ാം ക്ലാസ് വരെ മലയാളം പഠിച്ച എനിക്ക് മലയാളം പഠിച്ചേ തീരൂ എന്നുള്ള ഒരു പ്രേരണ ഉണ്ടാക്കിയ പുസ്തകം ഭാരത പര്യടനാണ്. ഒരു ടീച്ചർ എനിക്ക് തന്നതാണ്, കുട്ടിക്കൃഷ്ണമാരാരുടെ. അപ്പോൾ ഞാനിപ്പോൾ 10ാം ക്ലാസ്സിൽ മലയാളം പഠിപ്പിക്കുമ്പോൾ ഭാരത പര്യടനത്തിലെ യുദ്ധത്തിൻ്റെ പരിണാമം എന്നുള്ളൊരു അധ്യായം പഠിക്കാറുണ്ട്. അപ്പോൾ ഇതൊരു സാഹസമാണ്. ഒന്ന് കുട്ടിക്കൃഷ്ണമാരാരുടെ കുറച്ച് കടുകട്ടി ഭാഷയാണ്. പിന്നെ മഹാഭാരതത്തിനെ കുട്ടിക്കൃഷ്ണമാരാർ ക്രിട്ടിസൈസ് ചെയ്യാണ്, അല്ലെങ്കിൽ അതിനെ വ്യാഖ്യാനിക്കുകയാണ്. ആ ഒരു തരത്തിലൊക്കെ കുട്ടികൾ, പ്രത്യേകിച്ച് പുതിയ കുട്ടികൾ ഇതെങ്ങനെ സ്വീകരിക്കും? പണ്ടും ഇതിലെ പാഠം നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ആശയക്കുഴപ്പം നമുക്കുണ്ട്. നമ്മുടെ സഹപ്രവർത്തകരൊക്കെ അത് നേരിടുന്നുണ്ട്. അപ്പം ഞാൻ ചെയ്തത്, ഇത് എൻ്റേതാണ്. യുദ്ധത്തിൻ്റെ പരിണാമം എന്നുള്ളത് എന്നിൽ പരിണാമം ഉണ്ടാക്കിയൊരു സാധനമാണ്. അപ്പം ഞാൻ കുട്ടികളോട് പറയട്ടെ, ഞാൻ പണ്ട് അറബി പഠിച്ച ഒരാളാണ്. ഞാൻ 10ാം ക്ലാസ്സിൽ അറബിയാണ് പഠിച്ചത്. അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര അത്ഭുതം. എന്നിട്ട് ഞാനാ മലയാളം പഠിപ്പിക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ ചെറിയൊരു കഥ പറയും. ഞാൻ എങ്ങനെ മലയാള അധ്യാപകനായി, അതിന് എന്നെ പ്രേരിപ്പിച്ചത് ഈ പുസ്തകമാണ്. അപ്പോൾ ആ പുസ്തകം കിട്ടിയൊരു കഥയുണ്ട്. വളരെ യാദൃശ്ചികമായിട്ട് കണക്ക് പഠിപ്പിക്കുന്ന ടീച്ചറാണ് എനിക്ക് പുസ്തകം തരുന്നത്. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ കുറച്ചൊരു നറേഷൻ്റെ ആ സൗന്ദര്യമൊക്കെ ഉപയോഗിച്ച് ക്ലാസ്സിൽ എനിക്ക് ഒരു 10-20 മിനിറ്റ് മതി ഇതിന് കേട്ടോ. ഇത് ഞാൻ പറയുമ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ ഭാഷ അങ്ങനെയൊക്കെ മാറ്റിയ, അതായത് എന്തുകൊണ്ട് ഞാനിത് വായിക്കണം എന്നുള്ള ചിന്തയോടെയാണ് കുട്ടി നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. ഒരു ചലഞ്ച്, നിങ്ങൾ എന്നെ കൊണ്ട് ഇത് വായിപ്പിക്കോ? അപ്പോൾ അവരെ കൊണ്ട് നമ്മളിത് വായിപ്പിക്കും. അതിനുള്ള ഒരു ഇതാണ് നമ്മളിത് എടുക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ഈ ഭാരത പര്യടനത്തിൻ്റെ ഈ കഥകളൊക്കെ പറഞ്ഞ് ഞാൻ ദുര്യോധനൻ എങ്ങനെ നായകൻ്റെ സ്ഥാനത്തേക്ക് വരുന്നു, അല്ലെങ്കിൽ വരേണ്ട ആളാണ് എന്നുള്ള രീതിയിലൊക്കെ കുട്ടിക്കൃഷ്ണമാരാർ പറയുന്നതിനെ നമുക്കത് MT ചന്തുവിനെ നായകനാക്കിയതോ MT ഭീമനെ നായകനാക്കിയതും അല്ലെങ്കിൽ PK ബാലകൃഷ്ണൻ കർണനെ നായകനാക്കിയതൊക്കെ നമ്മളതിൻ്റെ കൂടെ ഒക്കെ പറഞ്ഞിട്ട് ഒരു വല്ലാത്തൊരു പരിവേഷമൊക്കെ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ഈ പാഠം തുടങ്ങുക. ഈ പാഠം പഠിപ്പിച്ച് തീരുമ്പോൾ 2-3 കുട്ടികളെങ്കിലും ഈ വർഷവും സാറാ ഭാരത പര്യടനം ഒന്ന് വായിക്കാൻ തരുമോ എന്നുള്ള രീതിയിൽ, അവർക്ക് മലയാള അധ്യാപകനാവാനൊന്നുമല്ല, അവർ ഡോക്ടർ എഞ്ചിനീയറൊക്കെ ആയിരിക്കും ആവുക, പക്ഷേ അവർക്ക് പുസ്തകം വായിക്കണം എന്നുള്ളൊരു പ്രേരണ ഇപ്പോഴും ഈ ജനറേഷനിൽ, ഇപ്പം എൻ്റെ ഭാരത പര്യടനം ഒരു കുട്ടിയുടെ കയ്യിലാണ്. കുട്ടി വായിക്കാൻ കൊണ്ടേതാണ്. അപ്പോൾ അതൊരെനിക്ക് ഭയങ്കര പ്രതീക്ഷ വരുന്നുണ്ട്. അപ്പോൾ വായനയുടെ ഒരു വ്യത്യാസമാണ് ചോദിച്ചത്. പണ്ട് വെറുതെ ഭാരത പര്യടനം എന്നൊരു പുസ്തകമുണ്ട്, വായിക്കണം എന്ന് പറഞ്ഞാൽ കുട്ടികൾ ചിലപ്പോൾ വായിക്കും, കാരണം അവർക്ക് വേറെ ഇവിടുന്ന് കിട്ടാനില്ല. ഇപ്പോൾ നമ്മളിങ്ങനെയൊക്കെയുള്ള ഒരു അന്തരീക്ഷം ഒരുക്കിയിട്ട് പറയുമ്പോൾ കുട്ടികൾ വായിക്കുന്നുണ്ട്. അഭിരുചിയിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ വലിയ വിശദമായിട്ട് നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഈ ലൈബ്രറി പ്രവർത്തനം എന്നുള്ളതൊക്കെ നമുക്ക് അറിയാം. വായനാ മത്സരം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കുട്ടികൾ ഇടപെടുമ്പോൾ വലിയൊരു ചേഞ്ച് കുട്ടികളിൽ വന്നിട്ടുണ്ട്. വായന ടേസ്റ്റിൽ വ്യത്യാസം. സാമൂഹ്യ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ട്രെൻഡിനനുസരിച്ചുള്ള ഒരു വായന കുട്ടികൾക്കിടയിൽ, വായിക്കുന്ന കുട്ടികളിൽ ഇപ്പൊ ഞാൻ എല്ലാവരും പറയല്ലോ ഈ TV മൊബൈല് കൊണ്ട് വായന ഇല്ലാതായി. അപ്പൊ ഞാൻ അതിനെ നേരെ തിരിച്ചാ പറയാ, മൊബൈൽ ഉണ്ടായതുകൊണ്ട് ഒരുപാട് കുട്ടികൾ വായിക്കാൻ തുടങ്ങി. ഒരുപാട് കുട്ടികൾ അവർ ഇൻസ്റ്റയിലെ റീൽസൊക്കെ കാണുമ്പോൾ ഏതാനും സെക്കൻഡുകൾ മാത്രമുള്ള ഒരു പുസ്തകത്തിനെ കുറിച്ചുള്ള അതിൻ്റെ ആ ഇൻസ്റ്റ ഉണ്ടാക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ട്. അതിൻ്റെ മ്യൂസിക് ആവാം, ഇതെല്ലാം ചേർന്നൊരു മൂഡ്. ഈ മൂഡിൽ അവർ പുസ്തകത്തിനോട് വല്ലാത്തൊരു ഇഷ്ടം കാണിക്കണം. ചോദിച്ചു വരുന്നത് ചിലപ്പോൾ റാം കെ റോഫാനന്ദിയോ പ്രിയപ്പെട്ട എന്നോട്, എൻ മോഹനന്റെ പഴയ പുസ്തകം ഒരിക്കൽ, ഇതൊക്കെ കുട്ടികൾ ചോദിച്ചു വരികയാണ്. ഞാൻ ഇതൊന്നും നമ്മുടെ ലൈബ്രറിയിൽ പണ്ടേ നമ്മുടെ ലൈബ്രറിയിലുണ്ട്. ഒരാൾ പോലും ഒരിക്കൽ ഒന്ന് വായിച്ചിട്ടില്ല, കൊണ്ടുപോയി വായിച്ചിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഒരിക്കൽ വരുന്നു. അപ്പോൾ നമുക്ക് ഒരു പ്രതികാരം ചെയ്യുന്ന പോലെയൊക്കെയാണ്. പിന്നെ എൻ മോഹനൻ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അദ്ദേഹത്തിന് തന്നെ ഭയങ്കര അത്ഭുതം ഉണ്ടാവും. അപ്പോൾ ഞാനും കാണുന്നതാണ്, 20 കൊല്ലം മുമ്പ് എൻ്റെ ലൈബ്രറിയിലുള്ള ഒരിക്കൽ 20 കൊല്ലം കഴിഞ്ഞിട്ടുള്ള തലമുറ വന്നിട്ട് കൊണ്ടുപോയി വായിക്കുന്നു, അത് ആവശ്യപ്പെടുന്നു, ചോദിക്കുന്നു, അതിന് പിടിമലിയും കൂടുന്നു. പിന്നെ വേറൊന്നുള്ളത്, ഈ കുട്ടികളൊക്കെ ഈ ഷെയറിങ്ങിൻ്റെ ഒരു കാലമാണ് ഇപ്പോൾ. എന്തും അവർ എല്ലാം റീൽസ് ആക്കുന്ന, അവരുടെ തന്നെ മുഖം ഇങ്ങനെ ലോകത്തേക്ക് ഷെയർ ചെയ്യാണല്ലോ. ഈ ഒരു സ്വഭാവം അവർ പുസ്തകത്തിൽ ചെയ്യുന്നുണ്ട്. ഇപ്പം പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് അറിയില്ല, 9ാം ക്ലാസ്സിലെ കുട്ടികളാണ് ഇപ്പോൾ എൻ്റെ സ്വന്തം കോപ്പി, അതായത് എലിഫ് ഷഫാക്കിൻ്റെ 40 റൂൾസ് ഓഫ് ലവ്, അതിൻ്റെ മലയാള ട്രാൻസ്ലേഷൻ 40 നിയമങ്ങൾ പ്രണയത്തിൻ്റെ, അജയ് ഭീമങ്ങാട്ടും പിന്നെ ചേർന്നിട്ടുള്ള പരിഭാഷപ്പെടുത്തിയിട്ടുള്ള ഈ സാധനം
എൻ്റെ 9ാം ക്ലാസ്സിലെ കുട്ടികൾ വന്നിട്ട് ചോദിക്കുകയാണ്, സാറേ ഈ പ്രണയത്തിൻ്റെ ഒരു ഭയങ്കര കുറച്ചൊരു നാണത്തോടെ, പെൺകുട്ടികളാണ്, പ്രണയത്തിൻ്റെ 40 നിയമങ്ങളുണ്ടോ? അപ്പോൾ ഞാൻ അവരോട് തമാശക്ക് പറഞ്ഞ്, പിന്നെ പ്രണയത്തിൻ്റെ നിയമങ്ങളൊന്നും നിങ്ങൾ ഇപ്പം അങ്ങനെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പിന്നെ അത് നിങ്ങളിപ്പോൾ പഠിക്കണ്ട, നിങ്ങൾ 9ാം ക്ലാസ്സിലല്ലേ എത്തിയിട്ടുള്ളൂ എന്നൊക്കെ അങ്ങനെ പറഞ്ഞു നോക്കും. അപ്പോൾ ഒരല്ല സാറേ, അപ്പോൾ ഞാൻ ചോദിക്കുക, വെറുതെ അറിഞ്ഞുകൊണ്ട് ചോദിക്കുന്നത്, എവിടെ നിന്നാണ് കിട്ടിയത്? ഇൻസ്റ്റയിൽ നിന്നാണ്. എൻ്റെ കയ്യിൽ 2 പുസ്തകം ഉണ്ടോ? അപ്പോൾ ഭയങ്കര അത്ഭുതം. അവരിങ്ങനെ എന്താ പറയുക, വീഡിയോ പോലെ കണ്ടൊരു സാധനം, ഞാൻ നേരത്തെ പറഞ്ഞ റിയാലിറ്റി, ആ പുസ്തകം നമ്മുടെ കയ്യിൽ ആ സോളിഡ് രൂപത്തിലുണ്ട് എന്നുള്ളത് അത് കുട്ടികൾക്ക് അത്ഭുതം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പുസ്തകം കാണിച്ചു കൊടുക്കും. അത് അപ്പോൾ പിന്നെ അവർ തരും സാറേ. അപ്പോൾ ഞാൻ പറയടോ, നിങ്ങൾ വിചാരിക്കണ പ്രണയമല്ല ഇത്, പിന്നെ പക്ഷെ എന്നാലും വായിച്ചു നോക്കും, കുഴപ്പമില്ല. അപ്പോൾ വലിയ പുസ്തകമാണല്ലോ, ഇത് കുട്ടികൾ കൊണ്ടുപോയിട്ട് വായിക്കുന്നത്. ഇപ്പോൾ കുട്ടികളുടെ കയ്യിലാണത്, എൻ്റെ കയ്യിലില്ല. ആ പുസ്തകം ആകെ മുഷിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് സ്വന്തം പുതിയ കോപ്പി വാങ്ങണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവരിതിങ്ങനെ കൊണ്ടുപോയിട്ട്, അപ്പോൾ ഞാൻ പറഞ്ഞ ഷെയറിങ്ങിൻ്റെ ഈ വായിച്ചിട്ട് കുട്ടി, അപ്പോൾ അവർ നമ്മളത് കൊണ്ടുവരികയാണ്, തിരിച്ചു വരികയാണ്, അത് 4-5 ദിവസം കഴിഞ്ഞിട്ട് കൊണ്ടുവരിക. അപ്പോൾ വായിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ വിചാരിച്ച പ്രണയമാണോ? അല്ല, പക്ഷേ ആ പ്രണയം അവർ ആസ്വദിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, അവളിപ്പോൾ അത് വായിച്ച് ബോറടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ വിചാരിച്ച മാതിരൊന്നല്ല കേട്ടോ എന്നുള്ള രീതിയിൽ അവർ പറയും. പക്ഷെ അങ്ങനെയല്ല സംഭവിക്കുന്നത്. അവളെ കൂടെ വേറെ 2 കുട്ടികൾ വരുന്നു, സാറേ ഞങ്ങൾക്കും വായിക്കണം. ഇവളെന്താ പറഞ്ഞു? ഇവള് പറഞ്ഞത് ഭയങ്കര രസമുണ്ട്. അപ്പം എന്നാൽ പിന്നെ ആയിക്കോട്ടെ. അങ്ങനെ കുട്ടികളിങ്ങനെ ഇപ്പോൾ ഇൻസ്റ്റയിൽ അവരിങ്ങനെ ഷെയർ ചെയ്യുന്ന പോലെ അവർ എന്താ പറയുക, ചുണ്ടുകളിലേക്ക് എന്നുള്ള പോലെ ഷെയറിങ് നടത്തിയിട്ട് ഈ പുസ്തകത്തെക്കുറിച്ച് സംസാരിച്ചിട്ട് അവൾ പറഞ്ഞു ആ പുസ്തകം നല്ല പുസ്തകമാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ കുട്ടികൾ ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ കൊണ്ടുപോയി വായിക്കുന്നു. അപ്പം നമ്മൾ സാമൂഹ്യ മാധ്യമത്തിൻ്റെ കാര്യം പറയുന്നത്, സാമൂഹ്യ മാധ്യമത്തിലൂടെ അവർ വായിക്കുന്നുണ്ട്. ആ കുട്ടികളുടെ മുമ്പിൽ ഞാൻ പറയാറുണ്ട്, നിങ്ങൾക്ക് പുതിയ പുസ്തകങ്ങളെ കുറിച്ചൊക്കെ കുറച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫേസ്ബുക്കിൽ ചില പിന്നെ വായിക്കുന്ന ആൾക്കാരുടെ ഗ്രൂപ്പുകളുണ്ട്, ഈ ടെലിഗ്രാമിലുണ്ട്, കുറച്ചും കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കിട്ടും, പുസ്തകങ്ങളും വേണമെങ്കിൽ കിട്ടും ടെലിഗ്രാമിലൊക്കെ എന്നൊക്കെ പറയുമ്പോൾ അപൂർവം ചില കുട്ടികൾ അത് ഒക്കെ നോക്കാറുണ്ട്. അപ്പോൾ ഇവർ ഇതിലൂടെ വായിക്കുന്നു. പക്ഷെ വായന നമ്മൾ പറയുന്ന ഭയങ്കര ആഴത്തിലുള്ള വായന ഒന്നല്ല മുമ്പും കുട്ടികൾ വായിച്ചു തുടങ്ങിയതൊന്നും. ബാലസാഹിത്യം വായിക്കുന്നു, പിന്നെ അന്നത്തെ പ്രണയ കഥകളൊക്കെ തന്നെയാണ്, നോവലുകളൊക്കെ തന്നെയാണ് അവർ വായിച്ചിട്ടുള്ളത്. ജോൺ ആലെങ്കിലും ഒക്കെ എഴുതിയൊക്കെ തന്നെയാണ് അവർ വായിച്ചിട്ടുള്ളത്. ഇപ്പോൾ വായിക്കുന്നവരുടെ എണ്ണം കൂടിയിട്ടുണ്ട്, പണ്ടത്തേക്കാൾ എണ്ണം കൂടിയുണ്ട്. വായിക്കാത്തവരുടെ എണ്ണം അവിടെ ഉണ്ടാവുമ്പം തന്നെ വായിക്കുന്നവരുടെ എണ്ണം കൂടിയിട്ടുണ്ട്. അതിന് ഒരു കാരണമായത് സോഷ്യൽ മീഡിയയും അതുണ്ടാക്കിയിട്ടുള്ള ആ ഭൂമിൻ്റെ ഭാഗമായിട്ടുള്ള ഇങ്ങനത്തെ പുസ്തകങ്ങളുമാണ്. പക്ഷെ ആ പുസ്തകത്തിൽ നിന്ന് എനിക്ക് ഭയങ്കര പ്രതീക്ഷ ഉണ്ട്. പിന്നെ പ്രണയത്തിൻ്റെ 40 നിയമങ്ങളൊക്കെ വായിച്ച് ആസ്വദിച്ചൊരു കുട്ടി, ആ കുട്ടി എന്തായാലും ഒരു താഴേക്ക് പോവില്ല, അതിൻ്റെ മുകളിലേക്ക് ഇനി വരുള്ളൂ. തൃപ്തിപ്പെടുത്തി. ഇനി അവർക്ക് ആ വായനയുടെ ഒരു അനുഭൂതി എന്നുള്ള സംഭവം അറിഞ്ഞു. അത് അറിഞ്ഞൊരാള്, അതറിയാത്തതിൻ്റെ ഒരു പ്രശ്നമാണ് വായിക്കുന്നില്ല എന്നൊക്കെ പറയുന്നത്. അത് അറിഞ്ഞൊരാള് തീർച്ചയായിട്ടും പുസ്തകങ്ങൾ ഇങ്ങനെ അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കും. അതിൻ്റെ ഇടയിൽ നിൽക്കാൻ, അത് ഒന്ന് ഞാൻ വായിക്കണമല്ലോ ആദ്യത്. അതുകൊണ്ട് ഇപ്പം എനിക്ക് വലിയൊരു ഭാരം കൂടിയത് എന്താ വെച്ചാൽ, കുട്ടികൾ ഞാൻ ആദ്യമായിട്ട് കേൾക്കുക കുട്ടികൾ ചോദിക്കുമ്പോഴാണ്. ഞാൻ ഇൻസ്റ്റയിൽ അങ്ങനെ ഇല്ല. അപ്പോൾ കുട്ടികളാണ് എന്നോട് ചോദിക്കുന്നത്, സാറേ ഇന്ന പുസ്തകം ഉണ്ട്. അപ്പോൾ ഞാൻ ഉറപ്പിക്കും ഒരു സംഭവം വന്നിട്ടുണ്ട്, ഒരു സ്റ്റോറി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കും എന്താ പുസ്തകത്തിൻ്റെ പ്രത്യേകത, അപ്പോൾ ഇവരതൊക്കെ പറഞ്ഞുതരും. അപ്പോൾ നമ്മൾ ബുക്ക് സ്റ്റാളിൽ പോകുമ്പോൾ ആ അവിടെ എത്തിയിട്ടുണ്ടാവും, ബുക്ക് സ്റ്റാളിൽ സാധനം എത്തിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളത് വാങ്ങും. ഞാൻ എൻ്റെ പൈസ കൊടുത്തിട്ട് തന്നെ വാങ്ങിയിട്ട് നമ്മളിത് വായിക്കും. വായിച്ചാലേ നമുക്ക് ഇപ്പം റിയാൻ റാഷിദിൻ്റെ പ്രണയ ജിന്നുകളൊക്കെ ഞാൻ അങ്ങനെയാണ് വായിച്ചത്. കുട്ടികൾ ചോദിക്കുകയാണ് പ്രണയ ജിന്നുണ്ടോ, അപ്പോൾ അങ്ങനെ ഒരു ജിന്നുണ്ടോ, ഇത് നോവൽ മനോരമയിൽ വന്നതെന്നൊക്കെ എനിക്കറിയാം. പക്ഷെ ഞാനത് കാശ് കൊടുത്ത് വാങ്ങുന്നു, ഞാനത് വായിച്ചിട്ട് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നു. അപ്പോൾ കുട്ടികൾ ചോദിക്കുന്ന ഈ സാധനങ്ങളൊക്കെ ആദ്യം നമ്മൾ വായിക്കണം. ഒന്നുമില്ല, അവരുടെ അഭിരുചി അറിയാൻ വേണ്ടിയിട്ടാണ്. എന്താണ് അവർക്ക് അതിലൂടെ കിട്ടുക എന്നുള്ളത് നമുക്കറിയണമല്ലോ. അതുകൊണ്ട് നമുക്കും ആ കുട്ടികളുടെ ഒരു ചെറുപ്പം ഇതൊക്കെ വായിച്ചിട്ട് ഉണ്ടാകുന്നു എന്നുള്ളൊരു തോന്നലുണ്ട്.